വ്ളോഗുകൾ ഇന്നൊരു ട്രെൻഡിങ് ആണ്. ഫിൻലാൻഡ് മല്ലൂസ് എന്ന വ്ളോഗർമാരുടെ വീട്ടിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അവരുടെ വിശേഷങ്ങൾക്കൊപ്പം തന്നെ വിശ്വാസവും അവർ പകർന്നു നൽകുന്നുണ്ട്. അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഫാമിലി, പ്രിൻസ് ആൻഡ് ഡൈജി. പ്രത്യേകമായിട്ടും അവരുടെ വലിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളമായോ? ഓക്കെ. ഇളയ കുഞ്ഞിൻ്റെ മാമോദീസയൊക്കെ ആയിട്ടൊക്കെ വന്നാണ്. ഇളയ കുഞ്ഞിൻ്റെ മാമോദീസയും നമ്മുടെ ചക്കിയുടെ ആദ്യ കുർബാന. ശരിക്കും നിങ്ങൾ ഈ വ്ളോഗ് ചെയ്യുന്നത് എത്ര നാളുകൾക്ക് മുമ്പാണ്? ആരംഭിക്കുന്നത് ഒരു എത്ര വ്ളോഗായിട്ട് ഇച്ചിരി ആകാൻ തുടങ്ങിയിട്ട് 1-2 വർഷമായുള്ളൂ. അതിനു മുമ്പ് നമ്മുടെ എന്തെങ്കിലും വീഡിയോസ് എഡിറ്റ് ഒന്നും ചെയ്യാണ്ട് ചുമ്മാ എല്ലാം കൂടെ ഒന്നിച്ച് ക്ലബ് ചെയ്ത് കേട്ടിടുമായിരുന്നു. ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആളുകൾ ഒത്തിരി പേര് ഫിലിമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം അത് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. എല്ലാവരുടെ അടുത്തും പേഴ്സണലായിട്ട് നമ്മൾ മറുപടി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് മടുപ്പാണ്. അപ്പോൾ അതൊരു വീഡിയോ ആക്കി ഇടുന്നു, അവരാരെയും ചോദിച്ചു കഴിയുമ്പോഴേക്ക് ആ ലിങ്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ശേഷം നമ്മുടെ ഫാമിലിയിലെ ചെറിയ വിശേഷങ്ങളൊക്കെ ലൈവായിട്ട് എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ അതങ്ങ് എടുത്ത് ആദ്യം പബ്ലിക്കായി പ്രൈവറ്റായിട്ട് ഇടുന്നു. പിന്നീട് നല്ല വീഡിയോസ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആ വീഡിയോയ്ക്കകത്തുണ്ട്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ളത് കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പല വ്ളോഗുകളിലും ഒക്കെ നിങ്ങളറിയാതെ തന്നെ ഒത്തിരിയേറെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമൊക്കെ കാണാറുണ്ട്. പലപ്പോഴും ഒത്തിരി ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പലർക്കും അതൊരു വലിയ സന്തോഷം നൽകുന്നൊരു സംഭവമാണ്. കാരണം മറ്റു പല ഫാമിലികളും പല വ്ളോഗുകളും ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് സംഭവിക്കാത്ത അല്ലെങ്കിൽ അവർ ചെയ്യാത്ത പല കാര്യങ്ങളും ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് സംഭവിക്കാൻ കാരണം? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അല്ല അറിയാതെ നിങ്ങളുടെ ഇന്ന് വരുന്നതാണോ? അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോഴാണ് ഇങ്ങനെ ബ്രദർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. നോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ, ജെന്യൂനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മൊമെന്റ്സ്, സംഭവങ്ങൾ ഷൂട്ട് ചെയ്ത് വിടുന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മളങ്ങനെ ഓവർ തിങ്ക് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവവിശ്വാസമുണ്ട്, ദൈവസ്നേഹമുണ്ട്. അത് നമ്മൾ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ള പോലെ നമുക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളിപ്പോൾ എന്തായിരിക്കുന്നോ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അതിലെല്ലാം ദൈവത്തിന്റെ ഒരു അത്ഭുതം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അടിയുറച്ച വിശ്വാസം. അപ്പം ആ ഒരു ദൈവസ്നേഹം മക്കളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങൾ എന്നും ഒരു സമാധാനമായിട്ട് കാണുന്ന കാര്യമാണ്. കാരണം ഓരോ രീതിയിൽ നമുക്ക് ഓരോന്നിനെ ആശ്രയിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ഒരു അൾട്ടിമേറ്റ് കംഫർട്ട് കിട്ടുന്നത് ദൈവസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലാണെന്നുള്ളൊരു ഇത് ഞങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ശരിക്കും നിങ്ങളുടെ പല യൂട്യൂബിലൂടെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ആ വിഷ്വലൊക്കെ കാണുമ്പോൾ എപ്പോഴും ഈ കുട്ടികൾക്കൊക്കെ വിശ്വാസം പകർന്നു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടിയത് ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണോ? നിങ്ങൾ അവിടെ ഫിൻലാൻഡിൽ ചെന്നിട്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട്, രക്ഷയില്ലാത്തത് കൊണ്ട് പിള്ളേരൊന്ന് ഇങ്ങനെ പ്രാർത്ഥനയെ വളർന്നോട്ടെ എന്ന രീതിയിൽ? ഒരിക്കലും അല്ല. പാരമ്പര്യമായിട്ട്, അതായത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്യപ്പൻ്റെ വല്യമ്മയുടെ, എൻ്റെ ചെറുപ്പകാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്യപ്പൻ്റെ വല്യമ്മയുടെ കൂട്ടത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പം അന്ന് അവരത് ഫോഴ്സ്ഫുള്ളി നമ്മളെ കൊണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്നു. അന്ന് ഒരു പക്ഷേ എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി കിടക്കുവാണ്. അത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതമായിട്ട് വന്നപ്പം ഇതെല്ലാം അറിയാണ്ട് വരുന്നതാണ്. നമ്മുടെ ഡെയിലി ലൈഫിലെ ഒരു പാർട്ടാണ്. വീഡിയോയ്ക്കകത്ത് പർപ്പസ്ഫുള്ളി നമ്മളൊന്ന് ആഗ്രഹിച്ചിട്ടൊന്നും വരുന്നതല്ല. പ്രാർത്ഥനകൾ പഠിക്കുന്ന കാര്യം കേട്ടോ പറഞ്ഞത്. അപ്പം എന്റെയൊക്കെ കേസിലെന്ന് പറഞ്ഞു കഴിയുമ്പം ഈ വൈകുന്നേരം നമ്മള് സന്ധ്യാപ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ചെല്ലണ മൊമെന്റ് ഉണ്ടല്ലോ. പകല് മുഴുവനും ഭയങ്കര ബിസി ആയിരിക്കും. മമ്മി ജോലി അല്ലെങ്കിൽ പപ്പ ജോലി, ഞങ്ങൾ സ്കൂളിൽ പോകണു, എല്ലാവരും തിരക്കോട് തിരക്ക്. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരുമിച്ച് കൂടിയിരുന്നിട്ട് അതൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് കൂടി നമുക്ക്. അപ്പം നമ്മൾ തന്നെ അറിയാണ്ട് അതിലോട്ടൊരു ഇഷ്ടം വരുന്നുണ്ട്. നമുക്കൊരു ശാന്തത കിട്ടുന്നത് അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേകത കുടുംബ പ്രാർത്ഥനയിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കുഞ്ഞിലെ. അപ്പം നമ്മുടെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് നമ്മളുള്ളിൽ നല്ലതെല്ലാം മക്കൾക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾ അവിടെ വന്നു കഴിയുമ്പോഴേക്കും അവിടെ നമുക്ക് കിട്ടിയതുപോലെ അവിടെ കൊടുക്കാൻ വേറെ ആരും ഇല്ല.
നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ദോഷമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ മാത്രമേ ഉത്തരവാദിത്തപ്പെട്ടവരായിട്ടുള്ളൂ. അപ്പൊ അത് നമ്മൾ നോർമൽ ലൈഫിൽ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫ്രാൻസിസ് പാപ്പ ചെറുപ്പത്തിലെ മോളെ എടുത്ത് ഉമ്മ വയ്ക്കുകയുണ്ടായ ഒരു ചിത്രം അങ്കിൾ കണ്ടു. അത് എപ്പോഴും ഇടയ്ക്ക് മോൾക്ക് അന്നേരം ഓർമ്മയില്ല, പക്ഷേ പിന്നീട് മുതിർന്നു കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോയെ കണ്ടപ്പോൾ എന്ത് തോന്നി? മറ്റു കൂട്ടുകാരെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തോ? അവരെ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ അത് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, എത്ര ലക്കി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണത്. ഇടയ്ക്ക് മമ്മി പറയുണ്ടായി മോള് ഇങ്ങനെ ഏതോ ഒരു പ്രതിസന്ധിയിലൂടെ ഒരു ചെറിയൊരു ആക്സിഡന്റ് പോലെ ഒരു അപകടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതൊന്ന് ഒന്ന് ഒന്ന് പറയാമോ? ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ടുണ്ട്, 2 കൂട്ടുകാരൻ്റെ ഒപ്പാണെങ്കിൽ വീട്ടിലോട്ട് പോയിരുന്നു സൈക്കിളുണ്ട്. ഏത് ക്ലാസ്സാന്ന് കൂടെ പറ? 2ാം ക്ലാസ്സില്. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ പെട്ടെന്ന് വരുമായിരുന്നു. ഞാൻ ഓർത്തത് നിർത്തി സ്റ്റോപ്പ് ചെയ്തു. ഞാൻ അങ്ങ് പെട്ടെന്ന് പോയി വണ്ടി ഇടിച്ചു. സൈക്കിള് സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ പെട്ടെന്ന് പോയി, വണ്ടി വന്ന് കണ്ടില്ല, അത് ഇടിച്ചു. ഞാൻ പറഞ്ഞു യൂഷ്വലി ഇങ്ങനെ പറ്റുമ്പോ പെട്ടെന്ന് ഇടിച്ചു മൊത്തം ബ്ലഡ് അതുപോലെയൊക്കെ ആവും. പക്ഷെ എനിക്ക് അതുപോലെ അല്ല. എന്നെ ഈശോപ്പം ഇങ്ങനെ കൈ പിടിച്ച് പയ്യെ സ്ലോ ആയിട്ട് ഇട്ടു. കൈ ഒരു പോറയുള്ളൂ, വേറെ ഒന്നും പറ്റില്ല. നല്ല സ്ലോ ആയിട്ട് ഓടിച്ചു. എനിക്കതിലൊരു ഭയങ്കര, ഞാനത് ഓർത്തിരിക്കാനുള്ള റീസൺ എന്ന് വെച്ചപ്പോൾ പിള്ളേർ പോകുമ്പോൾ തട്ടിമറിഞ്ഞ് വീഴും. ഇത് ഭയങ്കര ഒരു വലിയ ഷോക്കായ ഒരു മൊമെന്റ് ആയിരുന്നു. പക്ഷേ അന്നൊന്നും ഇവള് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഈവനിങ്ങിൽ വന്നിട്ട് അമ്മ ഒരു ദിവസം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴും അമ്മയ്ക്ക് ഒരു കാര്യം അറിയാം. ഞാനന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോഴേക്കും ഞാനങ്ങ് തെറിച്ച് ഫാസ്റ്റായിട്ട് പോയി. എനിക്ക് വലിയ അപകടം പറ്റുന്ന പോലെ പറ്റും. എന്നിങ്ങനെ കൈകളെടുത്തിട്ട് കൊണ്ട് വെക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തതെന്ന്. അത് കേട്ടപ്പം എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ടും ബട്ടർഫ്ലൈസ് വരുവാണോ, ഒരു പ്രത്യേക ഒരു കുളിര് വരുന്നൊരു ഫീല്. അങ്ങനെ നമ്മൾ നോട്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അത്ഭുതം പോലെ ഇങ്ങനെ ദൈവത്തിന്റെ ഒരു സ്പർശനം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പല മൊമെന്റിലും. പിന്നെ എല്ലാം നമ്മളങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾ പറയാറില്ല. നമുക്ക് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. വ്യക്തിപരമായിട്ട് നിങ്ങളുടെ കുടുംബത്തെ ദൈവം കരുതുന്നുണ്ട്. അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും അറിയാം, പലരും ഇവിടെ നിന്നൊക്കെ കാണുന്നത് യൂറോപ്പിലേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഭയങ്കരമായ സുഖജീവിതമാണ്. ഒരു കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ബന്ധുമിത്രാദികളില്ല, ആരും സഹായിക്കാനൊക്കെ ഇല്ല, കൂടെയുള്ള ജോലിക്കാരോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഓരോ കുഞ്ഞുങ്ങളെയും വളർത്തുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ 4 കുഞ്ഞുങ്ങളാകുന്നു. അപ്പോൾ ഈ ഓരോ കുഞ്ഞുങ്ങളും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഈ കുട്ടികളുടെ പ്രതികരണം എന്താണ്? അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് അല്ലോ ഒരു കൊച്ചോട് വന്നപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായോ? അല്ലെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. കാരണം മറ്റുള്ള ഈ 2 കുഞ്ഞുങ്ങളെ കഴിഞ്ഞിട്ട് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ കഷ്ടപ്പാടാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഫാമിലിക്ക് ഒരു മെസ്സേജായിട്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? പ്രത്യേകിച്ച് ഈ 4ാമതൊരാൾ വരുമ്പോൾ ഇവരെങ്ങനെയാണ് അതിനെ കണ്ടതെങ്ങനെയാണ്? അതായത് ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി മക്കൾ വേണമെന്ന് ആഗ്രഹിച്ചു. അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് ഫസ്റ്റ് മാളും ഉണ്ടായി കഴിഞ്ഞ ശേഷം ചക്കി ഉണ്ടായി. മാള് ഫസ്റ്റ് നമുക്ക് ബേബി ഉണ്ടായി കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് ഒരു കരുതുന്ന ഫീൽ നമുക്കുണ്ടായി. അതിനുശേഷം ഇവനുണ്ടായ സമയത്ത് ആദ്യം ആളുവിന് അത്ര ഒരു ഇതല്ലായിരുന്നു തോന്നുന്നു, അല്ലേ? അതായത് ആ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് മാളുവിന്റെ, ഞങ്ങൾ ഭയങ്കര ആദ്യത്തെ കുഞ്ഞാണല്ലോ, ശരിക്കും വെയിറ്റ് ചെയ്തിരുന്ന് അവിടുത്തെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് നോർമൽ ഡെലിവറി ആക്കാൻ അവർ ഏതറ്റം വരെ വേണേലും. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷം ശേഷമാണ് ഈ മോൾ ഉണ്ടാകുന്നത്? ഞങ്ങൾ 2007 ഞങ്ങളുടെ വിവാഹം. മാളും ഉണ്ടാകുന്നത് 2012. കാരണം ഞങ്ങൾ ഒരുമിച്ച് ലൈഫ് തുടങ്ങിയത് 2011. ഈ കുഞ്ഞുങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തുമാത്രമാണ് അതിനെ, ആദ്യം കൊച്ചിനേക്കാളും കഷ്ടപ്പാട് കൂടുതലാണ് പിന്നെ ഓരോരുത്തർ വരുമ്പോൾ? മാളുവിന്റെ ഒരു എമർജൻസി ഓപ്പറേഷൻ ആയിരുന്നു മാളുവിന്റെ ഡെലിവറി. അത് നമുക്കൊരു സ്കെയറി മൊമെന്റ് ആയിരുന്നു. പിന്നെ ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നപ്പം വേറെ ആരും നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ഒരു ന്യൂ ബോൺ ബേബി ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഇച്ചായൻ മാത്രമായിരുന്നു എല്ലാ കാര്യങ്ങളിലും നമ്മളെ കെയർ ചെയ്യുന്നത് ഇച്ചായനായിരുന്നു. അപ്പം ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ പരസ്പരം നമുക്കവിടെ ഒരുപാട് നമ്മുടെ നാട്ടിലെ പോലെ ഗ്രോട്ട് അങ്ങനെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്നാലും നമ്മുടെ ഒരു പ്രെയർ യൂണിറ്റ് നമുക്കുണ്ട്. അപ്പൊ ഈ ഷൊപ്പയുടെ അവിടെ വന്നു കഴിയുമ്പോൾ കണ്ടിട്ട് നമ്മൾ ശരിക്കും ഹഗ് ചെയ്ത് കരഞ്ഞൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ
എങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്ത് പോകെ മുറിവ് കൂടുന്നതനുസരിച്ച് ഇവളെ കാണുന്ന ഇവളുടെ കളിയും ചിരിയെ കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റും സന്തോഷം, ഭയങ്കര സന്തോഷം. പിന്നെ ഞങ്ങളങ്ങ് അറിയത്തില്ല ഞങ്ങൾ ഏത് ലെവലിലായിരുന്നെന്ന്. അതുപോലെ മാളുവിനെ ഇത് ചെയ്ത് കൊണ്ടുനടന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നി മാളുവിനെ മാത്രം നമ്മൾ കൊണ്ടു നടക്കുമ്പം അത് നമ്മുടെ സ്വാർത്ഥതയാണ്. ഒരു കുഞ്ഞെന്നുള്ള ഇതെന്ന് പറയുമ്പം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഒരാളെ ആക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്. മാളുവിനെ കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോഴേക്കും അവൾക്ക് കൂടാൻ അല്ലെങ്കിൽ അവൾക്ക് ഷെയർ ചെയ്യാൻ അവൾക്ക് കളിക്കാൻ ഒരു സിബ്ലിംഗ് കൂടെ അവൾക്ക് വേണം. അപ്പം നമുക്ക് നല്ല ആങ്കൊച്ചായാലും പെങ്കൊച്ചായാലും ഒരാളെ കൂടെ കിട്ടണം നമ്മൾ ആഗ്രഹിച്ചു അല്ലെ? ഓർക്കുന്നുണ്ടോ? എന്നിട്ട് ഒരു അനീതി ആവണം എന്നായിരുന്നു നമ്മുടെ എങ്ങനെയാന്നറിയില്ല വിഷയം കിട്ടി എന്നുള്ളതാണ്. പ്രാർത്ഥിച്ച പോലെ ചക്കി വന്നു. അപ്പം ചക്കിയെ വയറ്റിലായിരിക്കുമ്പോ തന്നെ നമ്മൾക്ക് അടുത്ത കുഞ്ഞെന്നുള്ളത് ഉണ്ട്. അതോടൊപ്പം തന്നെ മാളുവിനെ കൊണ്ട് പറയിപ്പിച്ചത് മാളുവിന്റെ അനിയത്തിയായിരിക്കും അല്ലെ അനിയനായിരിക്കും. അപ്പൊ അങ്ങനെ ചക്കി വന്നു. അങ്ങനെ ഭയങ്കര അല്ലെ സെയിം. പക്ഷെ ചക്കി നോർമൽ ആയിരുന്നു, നോർമൽ ഡെലിവറിയിലൂടെ ആയിരുന്നു കിട്ടിയത്. അത് കഴിഞ്ഞ് അങ്ങനെ പോയി. അത് അടുത്തത് പിന്നെ നമുക്ക് ശരിക്കും ഞാൻ ഉള്ളുകൊണ്ട് ഭയങ്കരമായിട്ടും പ്രാർത്ഥിക്കായിരുന്നു ഒരു ആങ്ങളക്കൊച്ചിനെ ഇവർക്ക് കിട്ടാൻ. കാരണം ഇവർ രണ്ടുപേരും ഇതുണ്ട്, ഒരു ആങ്ങളക്കൊച്ചിന്റെ കൂടി ഇവർ വളരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണേ കൂടുതൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിശ്വാസമാണ്, മക്കൾ എന്തെങ്കിലും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അത് ദൈവം നടത്തി തരും എന്നുള്ളൊരു നമുക്കൊരു നല്ല വിശ്വാസമുണ്ട്. അപ്പം ഇവരോട് പറയും നിങ്ങൾക്കൊരു ആങ്ങളക്കൊച്ചിനെ കിട്ടാനായിട്ട്. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ സിസ്റ്റേഴ്സ് ആണല്ലോ, പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ എങ്ങനോ തമ്പുരാന്റെ കൃപ നമുക്ക് ജോൺകുട്ടീനെ കിട്ടി. പിന്നെ അതെ പെങ്ങന്മാരുടെ സ്റ്റാറായി പോയി, അല്ല മാറി. ഇവന് ആഗ്രഹം എന്നുള്ളതില് കൂടുതൽ നമുക്ക് ഒരു ട്രാജഡി സംഭവിച്ചായിരുന്നു നമ്മുടെ. എനിക്ക് ഒരു കൊച്ചിനും ബോയിനും വേണം കളിക്കാൻ കൂട്ട്. എനിക്കും കൊച്ചിന് ഒരു ബോയിനെ വേണമായിരുന്നു കളിക്കാൻ കൂട്ടത്തില്. അപ്പം നമുക്ക് ഇതിനിടയിൽ ഒരു വിശേഷം കൂടെ വന്നായിരുന്നു. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തില്ല, ചെയ്യാൻ പറ്റിയില്ല. അതൊരു ആക്സിഡന്റ് പോലെ അതങ്ങ് മിസ്സായി പോയി. അപ്പോൾ അതൊരു ഭയങ്കര വലിയൊരു ഷോക്കായിരുന്നു. പക്ഷെ പിള്ളേരെ അത് എങ്ങനെ അറിയിക്കും അല്ലെങ്കിൽ പിള്ളേരോട് എങ്ങനെ പറയും എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഒരു കുഞ്ഞു കാര്യങ്ങൾ പോലും നിങ്ങളെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങളത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? ഓക്കെ. നിങ്ങളുടെ ഒരു സങ്കടവും നിങ്ങളുടെ ദാരിദ്ര്യവും അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷവും ഒക്കെ കുഞ്ഞുങ്ങൾക്കറിയാം. നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പങ്കുവെക്കുന്നു അല്ലേ? അറിയാം. അതോടൊപ്പം ഇവരും ഡിഫറെന്റ് ആണ്. ഇവർക്ക് ഇവരുടേതായ ബുദ്ധിയുണ്ട്, ചിന്തകളുണ്ട്, കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ട കാര്യങ്ങളോ നമ്മൾ ഇവർക്ക് പറഞ്ഞും കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അൺഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും. പക്ഷെ ദൈവകൃപയാൽ ഇതുവരെ അതിൽ നിന്നൊരു എന്താ പറയാ ഒരു വിഷമിക്കേണ്ട പോലത്തെ ഒരു സാഹചര്യം വന്നിട്ടില്ല. നമ്മളുമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കണക്ഷൻ ഫീല് നമ്മൾ 6 പേരുമായിട്ട് ഇപ്പൊ ഉണ്ട്. ജോണിക്കുട്ടൻ ഈ കുഞ്ഞുവാവ് വന്നു കഴിഞ്ഞപ്പോഴേ ഞങ്ങളൊരു റീലിൻ്റെ അകത്തുണ്ടല്ലോ കുഞ്ഞുവാവോട് പറഞ്ഞേ നീ വന്നിരിക്കുന്ന വീട് നല്ല ബെസ്റ്റ്, നല്ല വീട്ടിലാണ്, ലക്കി വീട്ടിലാണ് വന്നത്. നല്ല ഫാമിലിയില്ല, കറക്റ്റ് ഫാമിലിയില്ല. എടുക്കാൻ പറ്റില്ല, കറുത്ത് ഇതുപോലെ ഓർമ്മയുണ്ടോ? എല്ലില്ല ബേബിക്ക്, എല്ല് ഓർമ്മയുണ്ടോ എന്നെ? മമ്മ ബേബിക്ക് ഓർമ്മ. അവന് കൊതിയായിരുന്നു, ഇവർക്കെല്ലാം കൊതിയായിരുന്നു. ഉണ്ടാകുന്നതിന് മുമ്പ് ചക്കിയായിരുന്നു ഏറ്റവും കൊതി. ഉണ്ടായി കഴിഞ്ഞിട്ട് മാള് തട്ടിയെടുത്ത പോലെയായി. ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര കൊതിയായിരുന്നു. കുഞ്ഞാവ് വന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര എക്സൈറ്റ്മെന്റും. അപ്പം കൊച്ചു കരയാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും ആശ്വസിപ്പിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം അങ്ങനെ പോലും കരയിപ്പിക്കാതെ വന്നു കഴിയുമ്പോഴേക്കും പേടിക്കണ്ട നല്ല വീട്ടിലോട്ടാ വന്നേക്കണേ എന്നൊക്കെ കൊച്ചു. ആ സമയത്ത് ഇവനും ഭയങ്കരമായിട്ട് പമ്പർ ചെയ്ത് ഇവരെ 3 പേർക്കായിരുന്നല്ലോ ഫുൾ അറ്റൻഷൻ, ആളകത്തായിരുന്നല്ലോ. അതായത് നീ പേടിക്കേണ്ട വെച്ചേ ഞങ്ങളെല്ലാം പാവങ്ങളാണ്, നല്ല വീട്ടിലാണ് വന്നിരിക്കുന്നത്, നല്ല ഒരു രീതിയില്. പിന്നെ അതെ ഇവർക്കും കൂടുതൽ ടൈം ഉണ്ടായിരുന്നു. ഇവർ 3 പേര് ഞങ്ങളുമായിട്ട് കൂടുതൽ ടൈം ആയിരുന്നല്ലോ. പിന്നെ ഡെലിവറിയുടെ സമയത്ത് ഞാൻ ഇച്ചിരി ഡിറ്റാച്ച്ഡ് ആയി, അതായത് ഇച്ചിരി മാറി. പിന്നെ അങ്ങനെ മാറുന്നതനുസരിച്ച് ഒരു ഇച്ചിരി വൈബില് വ്യത്യാസം ഉണ്ട് ഇപ്പം. അതുകൊണ്ട് ഇപ്പൊ ആ മൊമെന്റ് ഷെയർ ചെയ്യുമ്പം അത്ര ഒരു എക്സൈറ്റ്മെന്റിൽ വരാത്തതാണ്. അതോടൊപ്പം നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഫിൻലാൻഡ് ആയതുകൊണ്ട് ചില നേരത്ത് ഇത് രാത്രിയിലൊക്കെ അല്ലേ പോകുന്നത്, വെട്ടം വരാറുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ നടന്നു പോകണം, അല്ലെങ്കിൽ സ്കൂൾ ബസ് ഇല്ല. അതൊന്നും നമ്മുടെ ഇവിടുത്തെ പിള്ളേരാണെങ്കിൽ സ്കൂൾ ബസ്സിനെ പോവുള്ളൂ. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് മോളെന്ന് പറയാം, സ്കൂൾ യാത്രകൾ, പ്രത്യേകിച്ച് ഡേ ആൻഡ് നൈറ്റ് ഉള്ള ഒരു സമയം. അങ്ങനെ നോക്കുമ്പോൾ വിന്റർ ആകുമ്പോൾ പെട്ടെന്ന് ഇരുട്ടിക്കാണല്ലോ, അപ്പോൾ നടന്നു പോകും. അപ്പോൾ കുറച്ച് പേടിയുണ്ട്, പക്ഷെ കുഴപ്പമില്ല. പിന്നെ സമ്മറിലാണെങ്കിൽ സൈക്കിൾ പോകുമ്പോൾ അതാണെങ്കിൽ ഒട്ടും.
അല്ല, ഇത് നമുക്ക് സ്കൂൾ ബസ്സിലോ അല്ലെങ്കിൽ പപ്പ കൊണ്ടുവന്ന് ഇത് കാറെ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സ്കൂളിൽ? ഇല്ല, ഒരു കുഴപ്പമില്ല. അല്ല അവിടെ അങ്ങനെ കൊണ്ടുപോകാറില്ലെന്നേ ഉള്ളൂ. അല്ല അവിടെ എങ്ങനെയാണ്ട് നിയമം മറ്റേ അവർ നടക്കണം. കാരണം നടക്കുക എന്ന് പറയുന്നത് ഹെൽത്ത് അവിടെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമാണ്. അപ്പം പിള്ളേര് പിന്നെ പോകെ ഇച്ചിരി വലുതാണനുസരിച്ച് അവർക്ക് ഇപ്പൊ അധികം ദൂരമില്ല നടക്കാൻ. സൈക്കിളാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം, ചവിട്ടി പെട്ടെന്ന് ചെല്ലുന്നതായിട്ട്. അന്നേരം അതായത് പേരൻസ് ഇപ്പൊ കൊണ്ടുപോയി വിടുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യണ്ടേ? അവര് സ്കൂൾ ഫീൽഡ് ഇങ്ങനെ 3 വട്ടം നടക്കാൻ പോകണം. പക്ഷെ അതൊരു പരിപാടി പോലെ ഇട്ടേക്കണത്. അപ്പൊ ആ ക്ലാസ്സിന് പ്രൈസ് കിട്ടും. ഓക്കെ, നടക്കുന്ന പിള്ളേർക്ക്. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ സൈക്കിളിന് അല്ലെങ്കിൽ നടന്നേ പോകാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പിള്ളേർ പറയാറുണ്ട് സ്കൂളിലൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് പഠിക്കണം, ഹോംവർക്കൊക്കെ ഒത്തിരിയാണ്. അവിടുത്തെ സ്കൂളിൽ നമ്മുടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളോട് എന്താ പറയാനുള്ളത്? അവിടുത്തെ സ്കൂളിലൊക്കെ എങ്ങനെയാണ്? ഒത്തിരി ഹോംവർക്ക് ഉണ്ടോ? നിങ്ങൾ വീട്ടിൽ വന്ന് ഒത്തിരി പഠിക്കാനുണ്ടോ? കുറെ ഇവിടെ പഠിക്കണ പോലെ കുറെ ഇല്ല, ഒരു കുറച്ചായിട്ട് ദിവസത്തിലേ ഉള്ളൂ. എത്ര മിനിറ്റ് എത്ര നേരം നമുക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്യേണ്ടി വരും? അത് ഗ്രേഡിൽ ഇതാവും. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് മതിയായിരിക്കും. അപ്പൊ മാള് മാളിന് എത്ര നേരം വേണം? ഒരു 15 to 30 മിനിറ്റ്സ് മതി ഒരു പെർ ഡേ. വീട്ടിലൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ സന്ധ്യാപ്രാർത്ഥനയൊക്കെ നടത്താറുണ്ടോ? അപ്പോൾ അതിനകത്ത് ബൈബിളൊക്കെ ആരാ വായിക്കുന്നത്? ബൈബിളും മമ്മിയും പപ്പയും. നിങ്ങളെ കൊണ്ട് വായിപ്പിക്കത്തില്ലേ? ഞങ്ങൾക്ക് മലയാളം വായിക്കാറില്ല. അപ്പോൾ ഈ മമ്മിയും പപ്പായൊക്കെ വായിക്കുമ്പോൾ ഇത് കേട്ടിരിക്കും. അമ്മയും ഈ അപ്പായൊക്കെ എങ്ങനെയുണ്ട്? ഒരു സ്ട്രിക്റ്റ് ആണോ അതോ നിങ്ങളോട് നല്ല ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലി ആയിട്ട് ആണോ? അപ്പോൾ എന്നാലും നിങ്ങൾ റോങ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ നിങ്ങളോട് വഴക്കൊക്കെ പറയുമോ അതോ കുഴപ്പമില്ല ചെയ്തോ അങ്ങനെ വേണോ പറയാൻ? ആണ്. ആരെ കുറച്ചും കൂടെ വഴക്ക് നമ്മളെ ചിലപ്പോൾ അടിക്കുകയൊക്കെ ചെയ്തില്ലേ? അങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുമോ? അവിടെ അടിക്കോ? അവിടെ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി ധൈര്യമുണ്ട്. ക്രൈമാ. അതെ. അതുകൊണ്ട് പക്ഷെ നിങ്ങളന്നേരം തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യാത്തില്ല എന്ന് ഓർത്ത് നിങ്ങൾ തെറ്റൊക്കെ ചെയ്യാറുണ്ടോ? അതൊരു ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റിൽ കിടക്കുന്നൊരു, അതിനെന്താ പറയുന്നത്, ഒരു ഭയങ്കര ചർച്ചയായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ പിള്ളേരെ കറക്റ്റ് ചെയ്യുന്ന രീതി. ഓരോരുത്തർക്കും ഓരോ കൾച്ചറാണല്ലോ. അവരുടെ രീതിയിൽ അവര് മറ്റേ എന്താണ് പറയണ ഒരു ടൈം ഔട്ട് ചെയ്ത് ഒരു സൈഡിൽ കൊണ്ടിരുത്തുക എന്നുള്ളതാണ് അവരുടെ രീതി. പക്ഷെ അതപ്പോ ഇമോഷണലി ഹരാസ് ചെയ്യുന്നൊരു സെറ്റപ്പാണ്. അവർക്ക് തന്നെ ഫീൽ ചെയ്യണം, അവർ ചെയ്താലൊരു ഗിൽറ്റ് ഫീൽ തന്നെ. പിന്നെ സോഫ്റ്റ് പാരന്റിങ് എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള പിള്ളേർക്കാണ് എളുപ്പം. ഹാർഡായിട്ട് പിള്ളേർ ചെയ്യുമ്പം നമുക്ക് അത്രയും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ബീറ്റ് ചെയ്യുക, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അടി കൊടുത്തു എന്ന് പറയും, പക്ഷെ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ബീറ്റ് ചെയ്തു എന്ന് പറയുമല്ലോ, അത് ഭയങ്കര കട്ടിയായിട്ടുള്ള വാക്കാണ്. ആ വാക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിമിനൽ ഇതാണ്. പക്ഷെ സ്പാങ്കിങ് അല്ലെങ്കിൽ അതൊക്കെ എന്ന് പറയാൻ ജസ്റ്റ് എന്താ ഡിസിപ്ലിൻ ടച്ച് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രശ്നമില്ല. പക്ഷെ നമ്മള് പക്ക വേർഡിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ക്രൈമായിട്ട് വരും. അങ്ങനെ UK അങ്ങനെ സഫർ ചെയ്തേക്കണ പാരന്റ്സിനെ അറിയാം. അപ്പം നമ്മുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവിടുത്തുകാരും ഇങ്ങനെ ഡിസിപ്ലിൻ ടച്ച് അവർക്കുണ്ട്. കാരണം പിള്ളേർ ഭയങ്കരമായിട്ടും ടാൻട്രം കാണിക്കണം, അവർക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ വരുന്നില്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ പിള്ളേരെ പിടിച്ചിരുത്തേണ്ടതാണ്, ഇങ്ങനെ കൊണ്ടേ മുറുക്ക കൊണ്ടിരുത്തും. അപ്പം അവരാ പിടിക്കുന്നത് കുറച്ച് ഫോഴ്സ്ഫുള്ളിയാണ്, ഹാർഡായിട്ടുള്ള ടച്ചാണ്. ഇപ്പോൾ ഈ 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കൊച്ചിന് അവനറിയാം ഇങ്ങനെ ഈ മാതാപിതാക്കൾ എങ്ങനെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ക്രൈമാണെന്നുള്ളത്. അത് ഈ അങ്ങനെ ഒരു അറിവ് ഇവന് എവിടെ നിന്ന്? ഡേ കെയറിൽ നിന്ന്, സ്കൂളിൽ നിന്ന്. പിന്നെ പിള്ളേരെ ഇപ്പൊ നമ്മള് അടിക്കുക എന്ന് പറയുമ്പോഴേക്കും പിള്ളേർക്ക് മെയിനായിട്ട് നമ്മൾ തന്നെ ചിന്തിച്ചാൽ അറിയാം, നമ്മുടെ പാരന്റ്സിന്റെ സ്ട്രെസ് അങ്ങ് പീക്ക് ലെവലിൽ വരുമ്പോഴാണ് നമുക്ക് ക്ഷമയില്ലാണ്ട് വരുമ്പോൾ ടൈം സേവ് ചെയ്യാനായിട്ടിരിക്കും ഫാസ്റ്റ് ഒരു നമ്മൾ കണ്ടെത്തുന്ന ഒരു ആക്ഷൻ അത്. പക്ഷെ നമ്മൾ ഇച്ചിരി കാമാവുകയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ തെളിഞ്ഞു വരും. അപ്പൊ എപ്പോഴും നമ്മൾ പറയും കയ്യിലിരിക്കണ ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പൊ ഞാനാണെങ്കിലും ദേഷ്യം വരുമ്പോൾ കയ്യിലിരിക്കണ സാധനം വെച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ ഒരു മൊമെന്റിൽ ഇപ്പൊ നമുക്ക് അവരെ സ്പാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് വെച്ചിട്ട് അതാണ്. ഇവിടെ അത് കുഴപ്പമില്ല, അത് കുറെ കഴിയുമ്പോൾ ഫണ്ണാണ്, പിന്നെ പിള്ളേർ ഓടി രക്ഷപ്പെടുന്നു, പിന്നെ അതങ്ങ് ഇല്ലാണ്ടാകണു. പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് ഭയങ്കര വേറെ രീതിയിലോട്ട് മാറും. ഇപ്പൊ ചെറിയൊരു വടിയോ അല്ലെങ്കിൽ ഈർക്കിളി അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ച് മാത്രമേ കറക്റ്റ് ചെയ്യാൻ വരാവുള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ദേഷ്യത്തിൽ നമ്മൾ അവരെ ഹർട്ട് ചെയ്യരുത്. നമ്മൾ പിള്ളേരെ വളർത്തുന്നത് ഇവിടുത്തെ സിസ്റ്റമാണോ അല്ലെ അവിടുത്തെ സിസ്റ്റമാണോ, അല്ലെ പിള്ളേർ അവിടെ നന്നായിട്ട് ജീവിക്കുന്നതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയ്ക്ക് വിശ്വാസം വലിയൊരു പങ്കുണ്ടോ? ഉണ്ട്. ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കൾച്ചറിൽ ഉള്ള ആൾക്കാരാ.
പിള്ളേര് കംപ്ലീറ്റ് നമ്മുടെ പിള്ളേരാണെങ്കിലും അവിടുത്തെ കൾച്ചറിൽ പോകുമ്പോഴേക്കും ഇവരും ശരിക്കും പറയാൻ ക്രാഷില്ല. അതായത് ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ട് പല സമയത്തും, ഏത് അക്സെപ്റ്റ് ചെയ്യണം ഏത് വേണ്ട എന്നുള്ളതില്. അപ്പൊ ഇവർക്ക് കംഫർട്ട് ചിലപ്പോൾ അങ്ങോട്ടേക്ക് ചായാനായിരിക്കും മൊത്തം. പക്ഷെ അങ്ങനെ മൊത്തത്തിൽ ചാഞ്ഞു പോയി കഴിയുമ്പോഴേക്കും നമ്മൾ കാണാത്ത ഹിഡൻ ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ അവരുടെ കൾച്ചറിലുണ്ട്. അത് ചിലപ്പോൾ ഇവർക്ക് അറിയണം എന്നില്ല. ഇവർ കാണുന്നത് പുറത്തുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ കംപ്ലീറ്റ് അവരെ അങ്ങ് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ ഒരു നല്ല ഹ്യൂമൻ ബീയിങ്സ് ആകാനോ അല്ലെങ്കിൽ നാളെ ഒരു നല്ല ഫാമിലി ഇവർക്ക് കൊണ്ടുപോകാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഇവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അടിയും വഴക്കും അല്ലെങ്കിൽ കറക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു മൊമെന്റിലായിരിക്കും. പക്ഷെ അത് മാത്രമല്ലാണ്ട് ഇവർക്ക് ഓർക്കാൻ നല്ല മെമ്മറീസ് അല്ലെങ്കിൽ നല്ല അതുപോലെ അത്രത്തോളം സ്നേഹം കൊടുക്കുവാണെങ്കിൽ മാറും എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ പിള്ളേര് ടീനേജ് ആവുമ്പം ഡിഫറെന്റ് ആണ്, ടീനേജിലോട്ട് പോകുമ്പോൾ ഡിഫറെന്റ് ആണ്, ചെറിയ പിള്ളേര് ഡിഫറെന്റ് ആണ്, പീക്കിരികൾ അതിലും ഡിഫറെന്റ് ആണ്. അപ്പൊ പാരന്റ്സിന് ഈസി അല്ല എല്ലാ ഏജിലും അവരിത് ചെയ്യാൻ. ഇവർ എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ആണെന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ക്. അപ്പൊ അത് ദൈവകൃപ ഉണ്ടെങ്കിൽ, അതായത് ആ മാതാപിതാക്കള് മക്കളെ വളർത്തുള്ള കൃപയ്ക്കനുസരിച്ച് നമ്മൾ അല്ലേ ആ ഒരു അഭിഷേകത്തിൽ നിൽക്കുക എന്നുള്ളതാണ് അല്ലേ. പ്രത്യേകിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് രണ്ടുപേരും ജോലിക്കാരാണ്, അതോടൊപ്പം തന്നെ 4 കുട്ടികളുണ്ട്. മിക്ക ദിവസം തന്നെ റീൽസ് ഒക്കെ ഇറങ്ങാറുണ്ട്. അപ്പം പലർക്കും ഒരു സംശയമില്ല, നിങ്ങളോട് ചോദിക്കാറില്ലേ നിങ്ങൾക്കൊക്കെ എവിടെ നിന്ന് ഈ സമയം, പിള്ളേരെ നോക്കണം, ജോലിയുണ്ട്, അതിനിടയ്ക്ക് ഈ മൊബൈലിന്റെ പുറകെ നടക്കാനായിട്ട്, അങ്ങനെയൊക്കെ സാധാരണക്കാർ ചോദിക്കാറുണ്ടോ? അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലും കളിയാക്കുന്ന ഒരു കമന്റുകളൊക്കെ വരാറുണ്ട്? അതായത് പല സമയം ചോദിക്കാറുണ്ട്. അതായത് 1-2 പിള്ളേരൊക്കെ ഉള്ളത് നിങ്ങൾ എങ്ങനെയാണ് 4 മക്കളെ, അവരുടെ സ്കൂള്, അവരുടെ ഹോബി, നമ്മുടെ വീട്ടിലെ ജോലി, നമ്മുടെ ജോലി, പിന്നെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ചോദിക്കാറുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പരസ്പര സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജോലി ചെയ്യുന്നതിന് ഒരു പരാതിയില്ലാണ്ട് ജോലി ചെയ്യുമ്പോൾ വീട്ടിലെ ജോലികളായാലും പല മക്കളെ കൊണ്ടുവിടുന്ന കാര്യത്തിൽ പരാതിയില്ലാണ്ട് ചെയ്യുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഷെയർ ചെയ്താണ് ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം പിള്ളേരും അത്യാവശ്യം സഹകരിക്കുന്നുണ്ട്. ഫുൾ ടൈം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ നടക്കുന്നില്ലെങ്കിലും മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഇച്ചാനാണ് ആരെങ്കിലും ഒരാളായിരിക്കും സോഷ്യൽ മീഡിയയിലെ സംഭവങ്ങൾ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ പിള്ളേരുടെ വീട് അങ്ങനെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഫ്രീ കിട്ടുമ്പോഴായിരിക്കും ചിലപ്പം ഇത് പിന്നെ എഡിറ്റിംഗ് അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു ഒരു സമയം വരെ. പിന്നെ ഇപ്പോ എന്ന് പറയുമ്പം നമ്മുടെ വീഡിയോക്ക് അത്രമാത്രം ക്വാളിറ്റി ഒന്നുമില്ലല്ലോ, ചുമ്മാ നടക്കുന്ന സംഭവം എടുത്ത് നേരെ അപ്ലോഡ് ചെയ്യുന്ന പരിപാടികൾ. അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഇപ്പൊ ഇന്ന് ഞാനിപ്പോ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ ചെയ്തു വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാല് എന്റെ ചുക്കു വരുമ്പോഴേക്കും ചെയ്യാൻ വേണ്ടി ഞാൻ വെക്കുന്നില്ല. അതുപോലെ ഞാനില്ലാത്തപ്പോഴും ചുക്കു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്നും ബാലൻസ് വെക്കുന്നില്ല. അപ്പൊ നമ്മളെല്ലാവരും വന്നു പിന്നെ പിള്ളേരൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇഷ്ടമായി സമയം ഉള്ളതായിട്ടാണ് ഞാൻ ഒരുമിച്ചാണ് ഷെയർ ചെയ്തെല്ലാം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാനിങ്ങനെ നിങ്ങളുടെ ഒരു റീല് കണ്ടായിരുന്നു. 4ാമത്തെ കുട്ടിയുടെ പ്രസവത്തിന് ശേഷം അന്ന് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കണ നേരത്ത് ആ ഒരു ഡെലിവറി കഴിഞ്ഞതിൻ്റെ ഒരു അമ്മമാർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഒരു ഏകാന്തതയും, അതിനൊരു മെഡിക്കൽ പരമായിട്ടൊരു സംഭവം ഒരു പേര് വരുന്നുണ്ടല്ലോ. അതെ, അങ്ങനെ അതിൽ നിന്നുകൊണ്ട് പുള്ളി പറയുന്നുണ്ട് ഇങ്ങനെ തുടർന്നാൽ മതിയോ, നമുക്കൊരു ഇതെന്താണ് എനിക്ക് തീർത്തും മേലാതെയായി, എൻ്റെ അസ്ഥിക്ക് വേദനയായി എന്ന് പറയുമ്പോൾ ക്യാമറയുടെ പിന്നിൽ നിന്നുകൊണ്ട് പ്രിൻസ് പറയുന്നുണ്ട് അങ്ങനെ പറയല്ലേ, നമുക്ക് ദൈവം നൽകിയതല്ലേ, നമുക്കതിന് എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിക്കും അന്നേരം ഉണ്ടായിരുന്നൊരു തോന്നലാണോ അതോ പിന്നീട് അത് തെറ്റായിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസാരം കൂടുതലും ഈ കളി പറയുന്ന പോലത്തെ വർത്താനമാണ്. അല്ലാണ്ട് ഒത്തിരി സീരിയസ് ആയിട്ട് നമ്മളങ്ങനെ വർത്താനം പറയണ ഇത് മൊമെന്റ്സ് ഒക്കെ നമുക്ക് കുറവാ. എപ്പോഴും ഇങ്ങനെ അപ്പൊ അങ്ങനത്തെ ആ ഒരു വൈബിലിരുന്നങ്ങ് പറഞ്ഞതാണത്. ദൈവം നിങ്ങൾക്ക് 5ാമതൊരു കുഞ്ഞിനും കൂടെ നൽകിയാൽ അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് 2ാമത് നൽകിയാൽ ഇതേ 5ാമത് വന്നോ എന്നുള്ളതിനപ്പുറമായിട്ട് ഇല്ല, അങ്ങനത്തെ ഒരു ഇത് നമ്മുടെ മൊമെന്റ് ലൈഫിലുണ്ടാവില്ല. കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കും. പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഒരേ കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് തരുമ്പോഴും അവരെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ രീതിയിലും നല്ല ക്വാളിറ്റിയിൽ വളർത്തണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പം നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഒരിക്കലും നമ്മൾ എല്ലാം തികഞ്ഞിട്ട് നമ്മൾ മക്കളാകാമെന്ന് അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കില്ല. കാരണം ഓരോ മക്കൾ വരുമ്പോഴും നമുക്ക് ഓരോ ഭാഗ്യം കൊണ്ട് വരുന്ന പോലെ ഞങ്ങൾ പറയും എപ്പോഴും നമുക്ക് അല്ലേ, അങ്ങനെ ഉണ്ടായിട്ടേ ഉള്ളൂ. ഇന്ന് വരെ താഴേക്ക് ചിന്തിക്കേണ്ട വന്നിട്ടില്ല.
ഈ ആദ്യത്തെ കൊച്ചിനെ നമ്മൾ വളർത്തിയതിൻ്റെ കഷ്ടപ്പാട് ഈ നാലാമത്തെ കൊച്ചിനോ അല്ലെങ്കിൽ മൂന്നാമത്തെ കൊച്ചിനോ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? അതാ കാരണം ഇപ്പം എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ടും നമ്മുടെ 4 ഡെലിവറിക്കും ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ആരും വന്നില്ല, ഞങ്ങൾ പേരൻസിനെ കൊണ്ടുവന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകണം. ഞങ്ങളുടെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ആശ്രയിക്കാൻ പാടില്ല നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവര് നമ്മളെ വളർത്തിയതാണല്ലോ. ആ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടും അല്ല നിങ്ങൾ ജോലിയുടെ ഇടയിലുള്ള നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൻ്റെയൊക്കെ ആ സഹനങ്ങളൊക്കെ അല്ലേ ഞാൻ ചോദിക്കുകയാണ്. അത് പലപ്പോഴും നമ്മുടെ ഈ യൂറോപ്പിലൊക്കെ ഡെലിവറി നേരത്ത് അമ്മമാരെ അല്ലെങ്കിൽ കുടുംബത്തെയൊക്കെ അവരെയൊക്കെ കൊണ്ടുപോയിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വ്യത്യസ്തമായിട്ടൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ സമർപ്പണവും ഈ സഹനവും ഒക്കെ പിന്നീട് ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിങ്ങൾ കാണുന്നില്ല? കാണുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിറ്റുവേഷനിലും നമ്മൾ കടന്നു പോകണം. അതായത് നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ഇത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. കൂടുതൽ സ്നേഹബന്ധങ്ങൾ, നമ്മൾ മക്കളോട് കൂടുതൽ സ്നേഹം, ഭാര്യയോട് കൂടുതൽ സ്നേഹം, ഈവൻ പ്രസവ പാടിൽ ഭാര്യ അനുഭവിക്കുന്ന വേദനയും അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരാളിനത് മനസ്സിലാവത്തുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലിപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. ഒരു ഭർത്താവ് അറിയുന്നില്ല ആ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ആ പ്രസവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല, അതിൻ്റെ വേദന എങ്ങനെയാണെന്ന് അറിയുന്നില്ല. ഇപ്പം ഡെലിവറി കഴിഞ്ഞ് അപ്പൻ്റെ വീട്ടിൽ പോകുന്നു, അത് കഴിഞ്ഞ ശേഷം ആഴ്ചയിലൊന്ന് വന്ന് കാണുന്നു, പോകുന്നു. അപ്പം നമ്മളിതെല്ലാം റിയൽ ലൈഫിൽ ഇത് അനുഭവിച്ച് വരുമ്പോഴേക്കും ഭാര്യയോടുള്ള സ്നേഹവും മക്കളോടുള്ള സ്നേഹവും നമ്മുടെ ഉള്ളിൽ അറിയാണ്ട് വിശ്വാസങ്ങൾ വളരുകയും ചെയ്യുന്നുണ്ട്. അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞുണ്ടാകുന്ന സന്തോഷമാണ് നമ്മളെ കൂട്ടി നിർത്തുന്നത്. എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിനെ ജന്മം കൊടുക്കുന്ന അവൾ ഇത്രമാത്രം അതിൻ്റെ പിന്നിലിരുന്ന് സഹിക്കുന്നുണ്ടല്ലോ. പിന്നല്ലേ, തീർച്ചയായിട്ടും നമ്മൾ കാണുവാണല്ലോ. അപ്പൊ ഒരു കരുണ നമ്മളോട് തോന്നുകയും ചെയ്യും. ഒരു സ്നേഹത്തിന്റെ ഒരു അടിവേരുകൾ ഒന്ന് ദൃഢമാകുകയാണ് അല്ലേ? പണ്ട് നമ്മൾ ഇടയ്ക്ക് ആദ്യത്തെ കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഓർത്തു, ഓക്കെ നമുക്ക് നമ്മുടെ പല ഇഷ്ടങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും അടുത്തൊരാളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം നമുക്കത് കൂടുതൽ സന്തോഷമാണ് കിട്ടുന്നത്. ഇപ്പം ഡൈജി ആണെങ്കിൽ തന്നെ ഡൈജിയുടെ പല ഇഷ്ടങ്ങളും അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് എല്ലാം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുമ്പം നമുക്ക് കിട്ടുന്ന സന്തോഷം വീടിനകത്ത് നമ്മൾ ഒരു ദിവസം പോലും ബോറടിക്കുന്നില്ല. കാരണം മക്കളുമായിട്ടും എല്ലാവരും ആയിട്ട് നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആണ്. ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, നമ്മളത് സന്തോഷമുള്ള കാര്യം നമ്മുടെ ലൈഫിൽ. ഈ കഴിഞ്ഞ ദിവസം വേറൊരു റീല് കാണുകയുണ്ടായി. അതിൻ്റെ അകത്ത് അന്ന് തോന്നുന്നു മോനാരോ പറയുന്നുണ്ട്, അമ്മയുടെ പഴയ വിവാഹ ഫോട്ടോ കാണുമ്പോൾ അമ്മ എന്ത് സ്ലിമ്മായിരുന്നു, എന്ത് ബ്യൂട്ടി ആയിരുന്നു, ഇപ്പോൾ അമ്മ വളരെ തടിച്ചിരിക്കുന്നു. ഇപ്പോൾ സാധാരണ ഈ കാലഘട്ടത്തിലൊരു 40 കഴിഞ്ഞ അമ്മമാരുടെ ഒരു വലിയൊരു കംപ്ലൈൻറ്റാണ്, ഞങ്ങൾക്ക് ഭയങ്കര വണ്ണമാണ്, ഞങ്ങൾ തടിച്ചു പോയി, ഞങ്ങൾക്ക് ഭയങ്കര വയറാണ്, അങ്ങനെയൊക്കെ പലർക്കും ഒരു കംപ്ലൈൻറ്റാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഡൈജി പറയുന്നുണ്ട്, മക്കളെ അമ്മ സ്ലിം ആകുന്നതിനേക്കാളും ഞാൻ പ്രൗഡ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അമ്മയായിരിക്കുന്നതിലാണ്. അത് ആ നേരത്ത് വന്ന ഒരു സംഭവമാണ്. അത് ഞാൻ ഓർത്ത് എപ്പോഴും ഈ 4 കുഞ്ഞുങ്ങളുടെ അമ്മയാകുന്നതിൽ ദൈവത്തിന് എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയോടുകൂടി ഇരിക്കുന്നതിൻ്റെ ഒരു സാക്ഷ്യമായിരുന്നു അന്ന് കുഞ്ഞുങ്ങളോട്. ഉറപ്പായിട്ടും അതങ്ങനെ തന്നെയാണ്. പിന്നെ തന്നെയല്ല, അവരെന്നോട് ചോദിച്ചതും വളരെ കൺസേൺഡ് ആയിട്ട് അവർ ചോദിച്ചത്. കാരണം ഫിസിക്കൽ അപ്പിയറൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കുറച്ചൊക്കെ ലൈഫിൽ കൊടുക്കുമല്ലോ. കാരണം ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഹെൽത്തി ആയിട്ട് നമ്മൾ ജീവിക്കുകയും ചെയ്യണം. അപ്പം അത് ലുക്സിൽ ഡിഫറൻസ് വരുന്നൊക്കെ പിള്ളേർ സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ചത്. അപ്പം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആ മൊമെന്റിൽ അങ്ങ് വന്ന് പറഞ്ഞു, അത് അവർ ഹാപ്പിയായി. അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു അവരെന്തോ വിഷമിച്ച് പറഞ്ഞതുപോലെ. അതായത് ഞങ്ങള് മക്കൾ ഇത്രയും ഉണ്ടായത് കൊണ്ടാണോ മമ്മ ഇത് പോയേന്ന്. അത് അവളുടെ ആ ചോദ്യത്തിൽ എനിക്കത് ഉള്ളിൽ കണക്ട് ചെയ്ത് കിട്ടി. അപ്പൊ അവൾക്ക് അങ്ങനെ ഒരു വിഷമം കിട്ടരുതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനേക്കാളും എത്രയോ പ്രൗഡാണ് നിങ്ങളുടെ മമ്മയായിട്ടിരിക്കണേന്ന്. അപ്പോൾ അവള് ഭയങ്കര ഹാപ്പിയായി. ഹാപ്പി ആയതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവള് ചിരിച്ചു കാണിക്കില്ല, പക്ഷെ നമുക്ക് ആ കണക്ഷൻ ഫീൽ ചെയ്യും. പക്ഷെ അത് ലൈവായിട്ട് ആക്ച്വലി വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ചോദ്യമൊക്കെ വരുന്നത്. റിയൽ ആയിട്ട്, അതായത് നമ്മൾ ഇതൊന്നും പ്ലാൻ ചെയ്തത്, നമ്മൾ കൊച്ചുങ്ങൾ ആദ്യമായിട്ടാണ് അവർ ഇച്ചിരി വലുതായതിനു ശേഷം ഞങ്ങളുടെ വെഡിങ് ആൽബം കാണുന്നത്. ആ സമയത്ത് വെഡിങ് ആൽബത്തിൽ നമ്മളെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഇവരെന്താണ് ചോദിക്കുന്നത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അത് ലൈവായിട്ട് ആ സമയത്ത് അത് കിട്ടിയ സംഭവം. അതോടൊപ്പം തന്നെ വേറെ ഒരു റീൽ മില്യൻസ് ഓഫ് പീപ്പിൾ കണ്ടതാണ്. ഇളയ കുഞ്ഞിനെ നിങ്ങൾ ഇരുന്നിട്ട് ഡൈജി വിശ്വാസ പ്രമാണം പറഞ്ഞ് കേൾപ്പിക്കുന്നത്, എന്നിട്ട് അവൻ്റെ കൈകൾ കൊണ്ട് തന്നെ അവന് പിതാവിനും പുത്രനും വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു പരിശീലനം എന്തായിരുന്നു? അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടികൾക്ക് അങ്ങനെ ഒരു ഈ വിശ്വാസം പകർന്നു കൊടുക്കുന്നത്, ചൊല്ലി കേൾപ്പിക്കുന്നത്, അത് എവിടുന്ന് കിട്ടിയതാണ്? അതിനെ പ്രചോദിപ്പിച്ചത് എന്തായിരുന്നു? വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിനെ വിശ്വസിക്കുന്നു. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അങ്ങനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഉറപ്പായിട്ടും നമ്മുടെ കാരണവന്മാർ വഴി നമുക്ക് പകർന്നു കിട്ടിയ സംഭവം തന്നെയാണ്. പ്രാർത്ഥനകൾ, നമ്മൾ അറിയാവുന്ന പ്രാർത്ഥനകൾ ചൊല്ലി പഠിക്കണം, ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. അപ്പം കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഇങ്ങനെ പിള്ളേര് പ്രായത്തിനനുസരിച്ച് കളിക്കും, ചിരിക്കും, ചാടി മറിഞ്ഞു നടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രാർത്ഥനയുടെ സമയത്ത് അങ്ങനെ കളിക്കുന്നത് നോർമലാന്ന് കണ്ടുവിടരുത്. അവരെ പിടിച്ചിരുത്തി തന്നെ കൂടത്തിൽ കൂട്ടിയിരുത്തി തന്നെ നമ്മൾ പ്രാർത്ഥിപ്പിക്കണം. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് തമാശ കളിയല്ല, അത് നമ്മുടെ സീരിയസ് ആയിട്ട് നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു മൊമെന്റ് ആണത്. അത് കളിച്ച് നടക്കാനായിട്ട് വിട്ട് കളയാതെ പിടിച്ചു നിർത്തുമ്പോൾ കുറെ തവണ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ എന്നാലും പയ്യെ പയ്യെ പിള്ളേർക്ക് മനസ്സിലാവും, ഓക്കെ ഇത് എന്തോ ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് അവരുടെ ഉള്ളിലൊരു ചിന്ത വരും. അപ്പം നമ്മള് എല്ലാരും കൂടി ഇരുന്ന് ഇത് കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ ബേബി കരയാൻ തുടങ്ങി. കരയുന്നു എന്ന് പറഞ്ഞാൽ അവന് പാലൊക്കെ കൊടുത്ത് എല്ലാം ഇതായിട്ടിരിക്കണം. പക്ഷെ അവൻ ചുമ്മാ കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആയി. അപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ അവനെ കളിപ്പിക്കാൻ പോകുന്നൊരു മൊമെന്റ് വന്നപ്പോഴേക്കും പിന്നെ പെട്ടെന്ന് അങ്ങനെ തോന്നി അവനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് കുരിശ് വരയ്ക്കുമ്പം അവന്റെ മുഖത്തൊക്കെ കുരിശ് വരയ്ക്കുമ്പോൾ അവൻ ഭയങ്കര കൗതുകം. അപ്പൊ ആ പ്രയർ അവനോട് കൊടുക്കുന്ന പോലെ അങ്ങനെ ഇരുന്നങ്ങ് ചൊല്ലിയതാണ്. അപ്പൊ അന്നേരം ഞാൻ പെട്ടെന്ന് ക്യാമറ എടുത്തു. ഇവന്റെ ആ ഒരു നോട്ടം കണ്ട് ഭയങ്കര ഒരു രസം തോന്നി. അപ്പൊ അന്നേരം അത് അവനെല്ലാം അത് നമ്മൾ പറയണ പോലെയൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യാൻ വരുന്ന പോലെയൊക്കെ തോന്നിയത്. ഞാൻ അത്രയും ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇച്ചാനത് കണ്ടുകഴിയുമ്പോഴേക്കും പെട്ടെന്ന് ആ മൊമെന്റിൽ അത് എടുത്ത് ഷെയർ ചെയ്തു. അത് ആരും നമ്മൾ മനഃപൂർവ്വം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തല്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ കണ്ടപ്പോഴേക്കും ഭയങ്കര ഒരു ഇത് തോന്നി. അത് ഷെയർ ചെയ്തു. മാളുവിനോട് ഞാൻ ചോദിച്ചതാണ്. പക്ഷെ എങ്കിൽ പോലും അന്ന് മാളുവിനെ മാർപ്പാപ്പ എടുത്ത ചുംബിക്കുന്ന രംഗമുണ്ടല്ലോ, അത് അങ്ങനെ ഒരു കൊച്ചിനൊരു ഭാഗ്യം കിട്ടാനായിട്ടുണ്ടായ കാരണം എന്താണ്? അതിപ്പോഴും ഓർക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാലിലൊക്കെ ഇങ്ങനെ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ്. അതെ, പെട്ടെന്ന് നമുക്കത് നടക്കുമല്ലേ. ഞാൻ ഓർക്കണം, നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി, അതായത് ഡേറ്റ് ഒക്കെ സ്വിച്ച് ചെയ്യേണ്ടതൊക്കെ വന്നായിരുന്നു. അപ്പൊ എനിക്ക് അപ്പടി ഒരു ഇതായിട്ട് ഞാൻ മമ്മീനെ ഫോൺ വിളിച്ച് പറയും. അപ്പൊ മമ്മി പറഞ്ഞു, അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ദൈവ കരുതലുണ്ട്, ഒരു നന്മയ്ക്കായിട്ട് മാറാനായിരിക്കുന്നു. പക്ഷെ അത് ക്യാൻസൽ ആകാതെ ആ ഫ്ലൈറ്റിൽ തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ മാർപ്പാപ്പയെ കാണാൻ പറ്റില്ലായിരുന്നു. ആ ദിവസത്തിൽ ആ 4-ാം തീയതി ആയിരുന്നു. ആ ഒരു ദിവസം മാത്രമായിരുന്നു മാർപ്പാപ്പ സ്ക്വയറിൽ വരുന്നത്. അന്ന് ആ സ്ക്വയറിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥനയെല്ലാം പങ്കെടുക്കുകയുണ്ടായല്ലോ. അപ്പൊ അന്ന് നിങ്ങൾക്ക് പ്രത്യേകം പാസ് കിട്ടിയാണല്ലോ നിങ്ങൾ അകത്ത് കയറുന്നത് തന്നെ. നമ്മുടെ ഫ്രണ്ടിന്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ അങ്കിളായിരുന്നു. അങ്കിൾ എന്ന് പറഞ്ഞാൽ പപ്പയുടെ അനിയനായിട്ട് വരും. അപ്പൊ അവര് ഞങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു, അവരുടെ വെച്ചു ഒരുമിച്ച് അവിടെ വെച്ച് ബ്രോമി വെച്ച് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കകത്ത് വെച്ച് ബാപ്റ്റിസം നടത്താന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. അതും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, അതെല്ലാം അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതാണ്. അച്ഛനാണ് മാമോദിസ മുക്കുന്നത്. അപ്പം അങ്ങനെ നിന്നിപ്പിക്കും ഇങ്ങനെ പോപ്പിനെ കാണാൻ ചിലപ്പോൾ നമുക്കൊന്ന് അകലേന്ന് കാണാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ വേറെ ഉള്ളിൽ കൂടെ എല്ലാം കൊണ്ടുവന്ന് നമ്മളെ ഒരു അന്ന് അടുത്ത് പോതോടുത്ത് ഞങ്ങളെ കൊണ്ട് നിർത്തി. അപ്പം പോപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോപ്പ് അന്നത്തെ ദിവസം അധികം പിള്ളേരില്ലായിരുന്നു തോന്നുന്നു അല്ലേ? കാണാൻ പറ്റും എന്നുള്ള ഒരു ഇത് മാത്രമേ നമ്മുടെ പ്രതീക്ഷയിലുള്ളൂ, ഒന്ന് കാണാൻ പറ്റും എന്നുള്ള ഇതില്. പക്ഷെ അത് എങ്ങനെയാന്നല്ലോ, കുറേ പിള്ളേരെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് അല്ലുവിനെയും മാളുവിനെയും കറക്റ്റ് ഇങ്ങനെ പോപ്പിന്റെ സൈഡിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോപ്പിന്റെ കയ്യിലോട്ട് കൊടുത്ത് ഇപ്പോഴും ഓർക്കുമ്പോ പോപ്പിന്റെ കൂടെയുള്ള അല്ല, ഞാൻ എടുത്ത് ഉയർത്തിപ്പെടുത്തിയിരിക്കണേ. ആദ്യം പോപ്പ് കടന്നുപോയി, അത് കഴിഞ്ഞ ശേഷം പോപ്പ് വണ്ടി നിർത്താൻ പോയി. അത് അന്ന് ഞങ്ങളുടെ വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. പോപ്പ് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് കൊച്ചിനെ എടുക്കാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി വാങ്ങിച്ചുകൊണ്ട് പോപ്പിന്റെ കൊടുക്കുന്നു. പോപ്പ് മുന്നോട്ട് പോയതാ, അതിന്റെ നിർത്തി വന്ന്. അതൊരു നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു, ഇപ്പോഴും അത് ഓർക്കുമ്പോ അതിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ജസ്റ്റ് കാണാമെന്ന് പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അത് അപ്പൊ ഫ്രാൻസിസ് പാപ്പായുടെ ചുംബനമേറ്റ ഒരു മകളാണ്. അതെ, ആ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ എല്ലായിടത്തും എപ്പോഴും സന്തോഷത്തോടെ ഓർക്കും. ഈ മൂത്ത കുട്ടിയാണെങ്കിൽ അവള് താഴെയുള്ള 3 പേരെയൊക്കെ മാനേജ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? നല്ല പക്വതയോടുകൂടി നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അവളും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. പക്ഷെ സെയിം ടൈം നമ്മൾ കരുതുന്നുണ്ട്, അവരും മക്കളാണ്. അപ്പം അവർക്ക് അവരുടെ ലൈഫ് നമ്മൾ ഇത്ര യങ് ഏജിൽ അവരെ പാരന്റ് ആക്കാൻ നമ്മൾ അനുവദിക്കുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അവള് കണ്ടറിഞ്ഞ് അവള് പരമാവധി നമ്മുടെ കൂട്ടത്തില് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അത് നമുക്ക് കിട്ടിയൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നു. മാളുവിന്റെ ആ ക്യാരക്ടർ തന്നെ വേണമായിരുന്നു നമുക്ക് മൂത്ത ആൾക്കായിട്ട്. അതോടൊപ്പം തന്നെ ഒരു നാട്ടിൽ നിന്ന് ഡൈജി വരുമ്പോൾ ആദ്യം ഡൈജിയും മോനും കൂടെയാണ് വരുന്നത്. അപ്പം അന്ന് അമ്മയാണ് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വരുന്നതൊക്കെ.
അപ്പം അത് ഡൈജിയുടെ വീട്ടിലേക്കാണ് അത് വരുന്നത്, പ്രിൻസിൽ വരാത്തതുകൊണ്ട് അല്ലേ. അപ്പോൾ അന്നേരം വരുമ്പോൾ തന്നെ അമ്മ ഓടി മോളെ കയറാൻ വരട്ടെ, അപ്പം കുഞ്ഞുവാവയും കൂടെയുണ്ട്. അപ്പോൾ കയറാൻ വരട്ടെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ വീട്ടിൻ്റെ അകത്തുനിന്ന് ഹന്നാമ്പള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളെ പ്രത്യേകം ഹന്നാമ്പള്ളം തളിച്ച് കുരിശ് വരച്ചാണ് വീട്ടിലേക്ക് അയച്ചത്. അത് ഇങ്ങനെ റീലിൽ നിങ്ങൾ വിടുന്നുമുണ്ട്. അത് അതൊരു അമ്മയുടെ ഒരു വിശ്വാസം എന്തായിരുന്നു? അത് അങ്ങനെ ഒരു മൂമെന്റ് അവിടെ ഉണ്ടാകാൻ അത് സാറിന് ഉണ്ടാകുന്നതാണോ, അതന്ന് പ്രത്യേകമായിട്ട് തന്നതാണോ? അല്ല, മമ്മി പ്രാർത്ഥിക്കുന്ന, അവിടുത്തെ മമ്മി അതെ ഇവിടുത്തെ മമ്മി അതെ നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന അമ്മമാരാണ്. അപ്പം മമ്മി എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും മമ്മിക്ക് പരമാവധി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാന്ന് നമ്മൾ പറയും. നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലോട്ട് കയറാൻ നേരത്ത് ആദ്യമായിട്ട് കുഞ്ഞാവേനെ കൊണ്ട് വീട്ടിലോട്ട് കയറുവാണല്ലോ. അപ്പം അതും ബ്ലസ് ചെയ്ത് മമ്മിയുടെ എല്ലാ കാര്യത്തിലും അങ്ങനെയുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകമായിട്ട് ഈ അല്ലേ ഒരു ഈശോടൊത്ത് ആയിരിക്കാനും ഈശോയുടെ ബ്ലെസ്സിങ് എപ്പോഴും നിങ്ങൾക്ക് വേണമെന്നൊക്കെയുള്ള നമ്മൾ നടന്നു വരുന്ന നമ്മുടെ ലൈഫ് ബ്ലോഗ് ആണല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പം അതും നമ്മുടെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യമാണ്. അപ്പം അത് കട്ട് ചെയ്ത് മാറ്റിക്കളയേണ്ട കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ പല സ്ഥലത്തും നമുക്ക് നാഴികക്കല്ലായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ അനുഭവങ്ങൾ കിട്ടുന്നതിന്റെ കാരണങ്ങൾ. അപ്പൊ അത് നമ്മൾ കളഞ്ഞില്ല, അതും ഉള്ളതാണ് നമ്മളെന്ന് പറയുന്നത് അതാണ്. പിന്നെ അതോടൊപ്പം തന്നെ പലർക്കും ഉണ്ട് ഇങ്ങനെ വെക്കേഷനൊക്കെ വന്നു കഴിയുമ്പോൾ ഒത്തിരി സമയം കിട്ടാറില്ല. അതുകൊണ്ട് പലരും പറയും വെക്കേഷൻ കിട്ടിയിട്ട് ഞങ്ങളിന്നൊരു ധ്യാനത്തിന് പോയില്ല, അല്ലെങ്കിൽ ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷെ ഒട്ടും സമയമില്ല. പക്ഷേ അതിൻ്റെ ഒരു റീലിൻ്റെ അകത്ത് ഡൈജി പറയുന്നുണ്ട് മിക്കപ്പോഴും ഞങ്ങൾ വെക്കേഷൻ വരുമ്പോൾ ഞങ്ങളൊരു ധ്യാനം കൂടാൻ പോകാറുണ്ട്. അതിനോടൊപ്പം തന്നെ പറയും ഞങ്ങൾ വലിയ പ്രാർത്ഥനക്കാരോ അല്ലെങ്കിൽ വലിയതായിട്ടല്ല, പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒരു ധ്യാനം കൂടാൻ പോകുന്നത് എന്താണെന്നുള്ള അതിൻ്റെ ഒരു റീസൺ കൂടെ പറയുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് പറയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനത് മറന്നുപോയി എന്താ പറഞ്ഞെന്നുള്ളത്. ഉറപ്പായിട്ടും. അതായത് നമ്മള് പണ്ട് തൊട്ടേ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടാണേലും വർഷത്തിലൊരു തവണ നാട്ടിലുള്ളപ്പോൾ അങ്ങനെ നമ്മള് ഇടയ്ക്ക് ധ്യാനം കൂടും. അപ്പം ധ്യാനം കൂടുക എന്ന് പറയുമ്പോഴേക്കും പണ്ടത്തെ ഒരു കാഴ്ചപ്പാട് ധ്യാനത്തിന് പോകാന്ന് പറയുമ്പോഴേക്കും ഓക്കെ എന്തോ പ്രശ്നമുള്ള ഒരു പ്രശ്നം മാറാൻ വേണ്ടി പോകുന്നതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഒരു ധ്യാനം കൂടിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ സ്വയം മറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനും നല്ലൊരു ആരാധന, നല്ല കുർബാന, അത് ദിവസം ഫുൾ ഷെഡ്യൂൾഡ് ആയിട്ട് പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ ആ ഒരു കമ്മിറ്റ്മെന്റ് ഒരാഴ്ച നമ്മൾ അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസം അടുപ്പിച്ചപ്പോൾ കിട്ടുമ്പോൾ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഫീല് അത് പണ്ട് കിട്ടിയത് നമ്മുടെ ഉള്ളിലുണ്ട്. സെയിം ഇച്ചാനും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു തവണ നമുക്ക് അങ്ങനെ ഒരു സാക്ഷ്യം ചെയ്യുന്ന പോലത്തെ ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഫിൻലൻഡിലോട്ട് പോണതിന്റെ ഒരു ഇങ്ങനെ ഒരു ഇതിലിരുന്ന സമയത്ത് ആ ആരാധനയുടെ സമയത്ത് അതിനു മുന്നും ഞങ്ങളിരുന്ന ആ റോയിൽ തന്നെ ഞങ്ങളുടെ അടുത്തിരുന്നൊരു അമ്മച്ചി, അധികം പ്രായമൊന്നും ഒരു 55-60 വയസ്സുള്ളൊരു അമ്മച്ചിയായിരിക്കും. അപ്പം നല്ലതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പെട്ടെന്ന് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഭയങ്കരമായിട്ടും തുരുമ്പിന്റെ സ്മെല്ലില്ലേ, അതായത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ശരിക്കും അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക തുരുമ്പിന്റെ ഒരു സ്മെല്ലായിട്ട്. അപ്പം അതിങ്ങനെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഞാൻ കണ്ടതുപോലെ ഈ അമ്മച്ചി ഇങ്ങനെ കൈ വിടർത്തി പിടിച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഈ അമ്മച്ചിയുടെ കയ്യേലിങ്ങനെ ചോരപ്പാട് ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് സാക്ഷ്യം പറയേണ്ട മൊമെന്റ് വരുമല്ലോ. അപ്പൊ ഈ അമ്മച്ചി അവിടെ ചെന്നിട്ട് അമ്മച്ചിക്ക് ഇത് വന്നു, അതായത് കയ്യേല് കണ്ടു, അമ്മച്ചിയുടെ നെറ്റിയിലുണ്ട്, കാലിലുണ്ട്. അപ്പൊ പഞ്ചക്ഷതം എനിക്കത് അറിയത്തില്ല, ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം അമ്മച്ചിക്ക്. പക്ഷെ പിന്നെ അത് കാണുന്നില്ല. ആ പ്രാർത്ഥിച്ച ആ മൊമെന്റിലാണ് ഞാനത് കണ്ടതും എനിക്ക് ആ മണം വന്നതും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ അമ്മച്ചിനെ നോക്കുന്നുണ്ട്, അമ്മച്ചി എന്തെങ്കിലും ചെയ്യുന്നതാണോ എന്നറിയാൻ. ഒന്നുമല്ല, അമ്മച്ചി പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയേണ്ട സമയമായപ്പം ഇങ്ങനെ പഞ്ചക്ഷതം കിട്ടിയേക്കുന്ന ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരമ്മച്ചി ഉണ്ടെന്ന് പറയുമ്പോൾ കറക്റ്റ് അമ്മച്ചി ഒന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് എന്നെ വിറയ്ക്കണം. പറഞ്ഞു കഴിയുമ്പം അമ്മച്ചി അവിടെ ചെന്ന് സാക്ഷ്യപ്പെടുത്തി അമ്മച്ചിക്കായിരുന്നു അത് വന്നതെന്ന്. അപ്പം എനിക്കത് ഭയങ്കരമായിട്ടും ഒരു പ്രത്യേക ഒരു അനുഭവമായിട്ട് മാറി. അപ്പം ഞാനിങ്ങനെ അല്ലെങ്കിലും ഞങ്ങൾ പഠിച്ചത് സെൻറ് ആഗസ്റ്റിൻ സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ഘട്ടം വരുമ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ച് മാത്രമേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ എക്സാമിന് പോവുകയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി പോവും. ജീവിതത്തിൽ എന്ത് പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എടുത്താലും നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി, അല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾക്ക് അതെങ്ങനെയെല്ലാം കറങ്ങി തിരിഞ്ഞു വന്നാലും നല്ല റിസൾട്ടായിട്ടായിരിക്കും, നമ്മൾ പ്രൗഡായിട്ടിരിക്കേണ്ട ഒരു അവസ്ഥയായിട്ട് മാറാറുണ്ട്. അപ്പം അങ്ങനെ ഇത് ഉള്ളത് കൊണ്ടായിരിക്കാം ഇതിങ്ങനെ ഉള്ളിൽ വിശ്വാസം കിടപ്പുണ്ട്. ഈ ധ്യാനം കൂടി ഇപ്പം അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ പോയി, പല പല സാഹചര്യങ്ങളിലൂടെ പോയി. പക്ഷെ എങ്ങനെ പോയാലും ഈ ഒരു കണക്ഷൻ ഉള്ളിൽ കിടപ്പുണ്ട്. പിന്നെ
എനിക്കറിയത്തില്ല, ഓരോ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും എത്രയൊക്കെ എൻജോയ്മെന്റ് അടിച്ചു പൊളിച്ചാലും ഏതെങ്കിലും 1-2 ദിവസം നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തൊന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര എനർജിയാണ് പിന്നെയുള്ള മുന്നോട്ട് പോകുന്നതിന്. അതായത് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങൾ, അതായത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമുള്ള സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് നമുക്കൊരു അനുഗ്രഹമായിട്ടാണ് മാറുന്നത്. അതായത് പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അത് ഓക്കെ നമ്മൾ തകർന്നു. ഒരു പ്രാവശ്യം എക്സാമ്പിൾ പറയുവാണ്, നമ്മൾ വീട് വാങ്ങിച്ചു. അവിടെ വീട് വാങ്ങിച്ചു, നമുക്ക് അവിടുത്തെ വെതറിനെ കുറിച്ചൊന്നും കാര്യമായി അറിയത്തില്ല. 2012 വീട് വാങ്ങിച്ചത്. ആ വീട് വാങ്ങിച്ച സമയത്ത് നമ്മൾ അതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും നാട്ടിൽ വരുവാണ്. നാട്ടിൽ വന്ന സമയത്ത് തണുപ്പ് രാജ്യമാണ്, അവിടെ ഹീറ്റിംഗ് സിസ്റ്റം ഓഫ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾ സേവ് ചെയ്യാമല്ലോ എന്ന് കരുതി ഹീറ്റിംഗ് സിസ്റ്റം ഓഫ് ചെയ്തു. -20 -25 ഡിഗ്രി തണുപ്പിലായിരുന്നു. തിരിച്ചു വന്ന് നമ്മൾ നോർമലായിട്ട് വീണ്ടും ഹീറ്റിംഗ് സിസ്റ്റം ഓൺ ആക്കി. രാത്രി നമ്മൾ കിടന്നു. പൈപ്പ് വാട്ടർ ആക്സിഡന്റ് ഉണ്ടായി, പൈപ്പ് എല്ലാം പൊട്ടി ഫ്ലോർ. അപ്പം നിമിഷ നേരം കൊണ്ട് വീടിനകത്തെല്ലാം വെള്ളം കയറി. പെട്ടെന്ന് നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ചു, അവർ വന്നു, ഇതെല്ലാം ചെയ്തു. പക്ഷെ വീട് വാങ്ങിച്ച സമയത്ത് നമ്മളോട് ബാങ്ക് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ഈ വീടിന് വാട്ടർ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത് പൈപ്പ് ലൈൻ മാറ്റണം. ഇല്ലെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ നമ്മൾ ഫയറിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അതിന് ഇൻഷുറൻസ് ഉണ്ട്, വാട്ടർ ആക്സിഡന്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിക്കുവിനോട് പറഞ്ഞു, ഇതിപ്പം വാട്ടർ കൊണ്ടൊന്നും സംഭവിക്കാനില്ലല്ലോ, നമ്മൾ ഇവിടെ ജീവിച്ചൊരു സാഹചര്യമാണല്ലോ, വെള്ളം വന്ന ഇച്ചിരി തൂത്ത് കളഞ്ഞാൽ പോലെ, അതുകൊണ്ട് എന്ത് ഡാമേജ് നമുക്ക് വരാനാന്ന് ഓർത്തു. അത് കഴിഞ്ഞ ശേഷം ഇതായി. അത് കഴിഞ്ഞ ശേഷം ഇൻഷുറൻസ് നമ്മളത് ഓർക്കുന്നില്ല. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്കത് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അന്ന് നമുക്ക് 40 ലക്ഷം രൂപ ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്, ഒറ്റയടിക്ക് പോവാണ്. പക്ഷേ ഈ ആക്സിഡന്റ് നമ്മൾ അത് നമുക്ക് വേറൊരു അനുഗ്രഹമായിട്ട് വന്നത്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് ആ നഷ്ടം വേറെ രീതിയിൽ നമുക്ക് ഭയങ്കര ലാഭമായിട്ട് വന്നു. അതിനെ നമ്മൾ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. ഒന്ന് കരയേണ്ട പോലും ഒരു അവസ്ഥ വന്നില്ല. ആ ഒരു കുറച്ച് സമയം നമ്മൾ ഒത്തിരി വിഷമിച്ചു എന്നുള്ളൊരു ഇത് വന്നു. അത് ഭയങ്കര അനുഗ്രഹമായിട്ട് നമ്മൾ ഇപ്പോഴും അതൊക്കെ ആലോചിക്കും. ഇവിടെയൊക്കെ സോക്കറ്റ് എന്ന് പറയുന്നത് മറ്റേ മേളിലോടെയൊക്കെയാണല്ലോ സോക്കറ്റ് ഇരിക്കുന്നത്. അവിടെ എന്ന് പറയുന്നത് താഴെയാണ്. അപ്പൊ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചിന്തയിൽ അതിനകത്തേക്ക് വെള്ളം കയറാം, നമ്മൾ വെള്ളത്തിൽ ചവിട്ടുമ്പം കറണ്ട് അടിക്കാം, ഭയങ്കര അപകടം പിടിച്ചൊരു അവസ്ഥയാണ്. അപ്പം നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്ന് വെള്ളം കിച്ചണിന്റെ അങ്ങോട്ട് വന്നു, ലിവിംഗ് റൂമിന്റെ അങ്ങോട്ട് വന്നു. ഞങ്ങൾ ബെഡ്റൂമിലാണ് കിടക്കുന്നത്. അപ്പം ഞങ്ങൾ കട്ടിലേന്ന് താഴെ ഇറങ്ങിയില്ല. അന്ന് കൈക്കുഞ്ഞായിരുന്നു, പീക്കിരി പിള്ളേരെ ഇരിക്കും. മാളും അല്ലായിരുന്നു കയ്യിലുണ്ടായിരുന്നു, മാള് മാത്രമേ ഉള്ളൂ അന്നേരം. അപ്പം മാളു കുഞ്ഞത് ചക്കി പീക്കിരിയായിട്ട് കയ്യിലുണ്ട്. അപ്പം ചക്കിയുടെ മാമോസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്ന സമയത്താണ്. എന്നിട്ട് വെള്ളം വന്നിട്ടില്ല. അപ്പൊ ഇച്ചാനാണ് ഓടി ഇറങ്ങിപ്പോയി ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ളത് നോക്കുന്നത്. ഞങ്ങൾ ഇറങ്ങാൻ ഇറങ്ങണ്ട, അവിടെ നിന്നു, കാരണം ഇത് അടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ചാണ് അവര് വന്ന് വെള്ളം എല്ലാം ഇത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ട് പോയി. പിന്നെയും നമ്മൾ വിചാരിച്ച് തന്നെ പറ്റി ഉണങ്ങട്ടെന്ന് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഏതോ ദൈവകൃപ കൊണ്ട് നമ്മുടെ വർക്ക് പ്ലേസിൽ അവിടുത്തെ ഒരു അമ്മച്ചിയുണ്ട്. അപ്പം അവരുടെ ബ്രദറിന്റെ അടുത്തൊക്കെ ഇത് സംസാരിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു, വെള്ളം വീണിട്ട് നിങ്ങൾ ആരോടും പറഞ്ഞില്ലേ, എത്രയും പെട്ടെന്ന് നിങ്ങളൊരു മറ്റേത് വർക്ക് ചെയ്യുന്ന ആളെ പ്ലംബറിനെ വിളിച്ച് കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മള് സാറിനെ വിളിച്ച് പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് ഫ്ലോറുകളെല്ലാം ഇളക്കി പറിച്ചു കളഞ്ഞു. നിങ്ങൾ ഇത് ഇത്ര ദിവസം വെയിറ്റ് ചെയ്ത് ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ വീട് മുഴുവൻ കത്തിച്ചു കളയേണ്ട വന്നേനെ, ഫംഗസ് കയറി, പൂപ്പില് കയറിയിട്ട്. അതിനുശേഷം പിന്നെ അതെല്ലാം അത് നമുക്ക് 40 ലക്ഷം രൂപ നമുക്ക് പിന്നെ ആ ഇൻഷുറൻസ് കിട്ടത്തില്ലോ. അതെല്ലാം ആ മൊമെന്റിൽ നമുക്ക് തോന്നി, അതായത് ഫ്ലോറിന്റെ ആ ഇത് പണി നടക്കുന്ന ആ പ്രശ്നം മാത്രമല്ല നമ്മൾ കണ്ടത്, അതിനോടനുബന്ധിച്ച് നമുക്ക് വേറെ എന്ത് ഒരു നല്ല കാര്യം നടത്താം. രക്ഷിച്ചു അത് നമുക്ക് ആ സാമ്പത്തിക നഷ്ടം നമുക്ക് വേറെ അനുഗ്രഹമായിട്ട് അതിനെ ഇത് ചെയ്യാൻ വേണ്ടി ഓവർകം ചെയ്യാനും പറ്റി. അതിനോട് കൂടി കുറച്ച് നന്നാക്കി വീടെല്ലാം ബെറ്റർ ആക്കാൻ പറ്റി. മറ്റത് ഒരു മഞ്ഞ പെയിന്റ് അടിച്ചിട്ട് കുഞ്ഞു വീടായിരുന്നു. പക്ഷെ ഈ ആക്സിഡന്റ് കടന്നു കഴിയുമ്പോഴേക്കും എങ്ങനെയൊക്കെയോ എല്ലാം അല്ല നമ്മുടെ ഒന്നുമില്ലായിരുന്നു. പക്ഷെ അതെല്ലാം ആരും വിശ്വസിക്കില്ല എന്നുള്ളതാണ്. അതായത് ഞങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. ചുമ്മാ പറയണതാണ്, കള്ളം പറയണതാണ്. പക്ഷെ സത്യമാണ്. ശരിക്കും ഫിൻലാൻഡ് ഡൈജി നേഴ്സാണ് പ്രിൻസ്. ഞാനും പ്രാക്ടിക്കൽ നേഴ്സ് പഠിച്ചതിന് ശേഷം ഹെൽത്ത് കെയർ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുകയാണ്. ചുക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, ഞാൻ കെയർ ഫാമിൽ ജോലി ചെയ്യുന്നു. അവിടെ തന്നെ പ്രിൻസ് ഈ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളും ഡൈജിയൊക്കെ ആയിട്ട് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഔട്ടിങ്ങൊക്കെ പോകാറുണ്ട്. ചിലപ്പം ചില റീൽസിൽ കാണാറുണ്ട് കാരവാനിലൊക്കെ പോകുന്നതൊക്കെ, വളരെ ഏകാന്തമായ സ്ഥലങ്ങളിലൊക്കെ ഇനി ഇരിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു അതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി മുതിർന്ന ആളായിട്ട് പ്രിൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇവരെ കൃത്യമായി സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആ നേരത്ത് പ്രിൻസിന് വരുന്നുണ്ട്. ആ നേരത്ത് ഈ ഇപ്പോൾ 2-3 ദിവസമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തങ്ങാം, ചിലപ്പോൾ ഒരു ദിവസം തങ്ങാം പറഞ്ഞു. അപ്പോൾ ആ നേരത്തെ ഇവർക്ക് ആ ഒരു ധൈര്യം എന്താണ്? കാരണം പലപ്പോഴും ഇവിടെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ശരിക്കും ഒരു പേടി വരും.
ഇവർ തന്നെ പോയിട്ട് ഒരു ഫാമിലി ഇങ്ങനെ പോയിട്ട് കാരവാൻ്റെ അകത്ത് പോയിട്ട് എന്ത് ചെയ്യുകയാണ്, ഒരു കാട്ടുമൃഗം വന്നാലോ അല്ലെങ്കിൽ ഒരു കള്ളന്മാർ വന്നാലോ ഒരു കൊള്ളക്കാർ വന്നാലോ എന്നൊക്കെ. അപ്പോൾ ആ നേരത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി ശക്തമാനായിട്ട് അതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം ബലഹീനരായിട്ടുള്ള പാത്രങ്ങളാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കുക, അങ്ങനെ ഒരു ധൈര്യം എന്താണ്? ജീവിച്ച സാഹചര്യമായിരിക്കാം. ഞാൻ പൊതുവെ ഹൈ റേഞ്ചിലാണ് ജീവിച്ചത്. വല്യപ്പൻ്റെ തുടക്ക കാലഘട്ടത്തിൽ വല്യപ്പൻ്റെ വല്യമ്മയുടെയും കൂടുതലാണ്. അന്ന് ഇപ്പോൾ ജീവിത സാഹചര്യം വീട്ടിലെല്ലാ ജോലികളും ഞാനും എൻ്റെ അനിയത്തിയാണെങ്കിൽ അവർ ചെയ്യണം. അന്ന് 10-15 ഏക്കർ സ്ഥലമുള്ള വീട്ടിൽ പോത്തിനെ ഉണ്ടാവും. പിന്നെ രാവിലെ പാല് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷമായിരിക്കും ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും പോയിക്കൊണ്ടിരുന്നത്. ഉള്ളിൽ തന്നെ അന്ന് ആ ജീവിത സാഹചര്യം കൊണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഇടിക്കാനൊക്കെ മല്ലിടിക്കുന്നവനൊക്കെ ആയതുകൊണ്ടല്ലേ ആ ഒരു പാരമ്പര്യമൊക്കെ. അത് മാത്രമല്ല, യൂറോപ്പ് എന്ന് പറയുന്നത് സേഫായിട്ട് നമുക്കൊരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം ഉള്ളിലുണ്ട്. പിന്നെ ഇവരെല്ലാം കട്ടയ്ക്ക് നിൽക്കുമല്ലേ. യാത്ര ചെയ്യുമ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥലം അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ അവിടെ നിന്നൊക്കെ പോകുമ്പോഴാണ് നമ്മൾ അത്രയും ഫീൽ ഫ്രീ ആയിട്ട് നമ്മൾ യാത്ര ചെയ്യണത്. പിന്നെ എന്തിലോ പോയി കഴിഞ്ഞാലും നമ്മുടെ ബാഗിനകത്ത് കൊന്തയുണ്ട്. കൊന്ത നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ കുറച്ച് ലോങ് ട്രിപ്പ് പോവാണെങ്കിൽ നമ്മൾ ബൈബിളും കയ്യിലെടുക്കും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു ധൈര്യമാണ്. നമ്മള് 10-26 രാജ്യങ്ങൾ ബൈ റോഡ് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു തടസ്സമോ ഒരു പ്രശ്നങ്ങളോ ഈവൻ ടയർ പോലും കാറ്റ് പോലും കുറഞ്ഞിട്ടില്ല. ഭയങ്കര നമ്മള് ഞങ്ങൾ ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഓരോ രാജ്യം ഇങ്ങനെ UK, അയർലൻഡ് ഒക്കെ നമ്മൾ വണ്ടി കൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ ഒരു ചെറിയ തടസ്സം പോലും ജീവിതത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളിങ്ങനെ പോയി കഴിയുമ്പോഴേക്കും നമ്മൾ ചിലപ്പം തിരിച്ചു പ്രാർത്ഥനയിൽ നിന്നൊക്കെ ഇച്ചിരി വരണു എന്നൊക്കെ വരുമ്പോഴേക്കും നമുക്ക് തന്നെ തോന്നും ഇത്രത്തോളം നമ്മളെ കരുതി നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടും ദൈവത്തോട് നന്ദിയില്ലാണ്ട് ജീവിക്കുവാണോ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് ഇങ്ങനെ വരും. അന്നേരപ്പോ ആണ് നമ്മൾ പിന്നെ ഇരുന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിയുമ്പോഴേക്കും കണക്ഷൻ വരും. അല്ലെങ്കിൽ ഇച്ചയും വേറെ ലൈന് ഞാൻ വേറെ ലൈന് വിട്ടു പോകും. പക്ഷെ ആ ഒരു കണക്ഷൻ വന്നു കഴിയുമ്പോൾ പിന്നെ അത് കുറച്ച് നാൾ നമുക്ക് ഈസിയാണ്. ഇതായിട്ട് എങ്ങനെ പോയി കഴിഞ്ഞാലും എനിക്ക് തോന്നിയേക്കണം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥനയിൽ തന്നെയാണ് നമ്മൾ അഭയം കണ്ടെത്തി ആ ഒരു ധൈര്യം നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളിങ്ങനെ ഈ റീലൊക്കെ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നതൊക്കെ. കാരണം പ്രത്യേകിച്ച് നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഇതുണ്ട്, അവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ അത് ശരിക്കും നിങ്ങൾ ചൂഷണം ചെയ്യുന്നതാണോ അതോ അല്ലാതെ തന്നെ നിങ്ങളുടെ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ വീട്ടിലുള്ള ആ കുഞ്ഞു സന്തോഷം വെളിയിലുള്ളവർ ഷെയർ ചെയ്യുന്നതിൻ്റെ അത് എങ്ങനെ അത് രണ്ടുപേരും ഒരേ ഒരു ആഗ്രഹമായിരുന്നോ അതോ ഒരാൾക്ക് ആഗ്രഹമില്ല? ചില സ്ഥലത്ത് നിങ്ങൾ കാണുമല്ലോ, ചിലർ ക്യാമറ മുമ്പിൽ വരുത്തില്ല, ചിലർ നിങ്ങൾ രണ്ടുപേരും അതിന് മുമ്പിൽ വരുന്നു, നിങ്ങൾ രണ്ടുപേരും അതിന് കട്ടയ്ക്ക് നിൽക്കുന്നു. അപ്പോൾ അതെന്തായിരുന്നു? അത് പസ്പൊളി ഒന്നും അല്ല, ആക്ച്വലി പിള്ളേരുമായിട്ടുള്ള ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. എന്താണോ അന്ന് നടക്കുന്നത്, ഓക്കെ നമുക്ക് ഇന്ന് സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് എന്താണോ നടക്കുന്നത് അത് പിന്നീട് നമ്മൾ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ 1 വർഷം മുമ്പ് എടുത്ത വീഡിയോ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. പിള്ളേർ അതിൽ കൂടുതൽ സന്തോഷിക്കുന്നത്. ഇപ്പം അന്ന് നമ്മൾ അവിടെ പോയി നമ്മൾ അന്ന് ഇന്ന കാര്യങ്ങൾ എല്ലാവരും ഓർമ്മയിൽ വരുവാണ്. അവര് മെമ്മറി ഷെയർ ചെയ്യണത് ഈ വീഡിയോയിൽ നിന്നൊക്കെ അവർക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മളത് നമുക്കൊരു നമ്മുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓർമ്മകളൊക്കെ നമ്മളെ സംബന്ധിച്ച് ഈ ഡ്യൂട്ടിയും ഹെവി ആയിട്ടുള്ള ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം ഇങ്ങനത്തെ നല്ല മൊമെന്റ്സ് നമ്മൾ തന്നെ ഇരുന്ന് കാണുമ്പം കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അപ്പം അത് ശരിക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ എപ്പോഴും ചെയ്യാറില്ല, വല്ലപ്പോഴും ആഴ്ചയിലൊന്നും ഇപ്പൊ ഇവിടെ വന്നപ്പം കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, ആഴ്ചയിൽ ചിലപ്പോൾ ഒരു വീഡിയോയും ഒക്കെ നമ്മളിങ്ങനെ ഇത് ചെയ്തു. ഇതുവഴി നമ്മളൊന്നും ഏൺ ചെയ്യും. നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ വഴി ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മളൊന്നും പ്രത്യേകിച്ച് ഒന്നും ഏൺ ചെയ്യാനൊന്നുമല്ല. അതൊരു നമ്മളെ പുറത്ത് താമസിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മള് നല്ല മൊമെന്റ്സ് ആണ് കൂടുതലും ഷെയർ ചെയ്യണത്. ആ നോർമൽ ലൈഫിലുള്ള പോലെ തന്നെ എല്ലാ ഫാമിലിയിലും ഉള്ള പോലെ തന്നെ ആർഗ്യുമെന്റ്സ് ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും ആ സമയത്ത് നമ്മളത് സെറ്റിൽ ചെയ്യാനാണല്ലോ നോക്കുന്നത്, അല്ലാണ്ട് അത് വീഡിയോ എടുത്ത് നമ്മൾ ഇടാൻ നോക്കുന്നില്ല. പക്ഷെ നല്ല മൊമെന്റ്സ് നമ്മൾ വരുന്നത് എന്തായാലും നമ്മൾ വീഡിയോ എടുക്കും. അപ്പം നമുക്ക് തന്നെ കാണണം എന്നുള്ള ചിന്തയെ തന്നെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഷെയർ ചെയ്യണതാണ്. ഇളയ കുഞ്ഞിനെ കൊണ്ടുവന്ന ശേഷം നിങ്ങൾ വേളാങ്കണ്ണിക്ക് പോയിണ്ടായി. അതിൻ്റെ ഒരു റീല് കണ്ടു. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പ്രിൻസ് മുട്ടുകുത്തി നീന്തി പോകുന്ന രംഗമുണ്ട്. അപ്പം നീന്തൽ നേർച്ച ഉണ്ടെന്നൊക്കെ പറയുമ്പം പിള്ളേരുടെ മനസ്സിൽ ഈ സ്വിമ്മിങ് ഇങ്ങനെ ആറ്റിൽ നീന്തുന്ന ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന രംഗമുണ്ട്. അത് പറഞ്ഞു കൊടുക്കുന്നു, മക്കളെ ഈ നീന്തൽ ഇങ്ങനെയല്ല, ഇതാണ് അവിടുത്തെ നീന്തൽ. അത് അവരെ കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രിൻസിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് ജോണിക്കുട്ടിയും കുറേ നീന്തുന്ന കാണുന്നുണ്ട്. അവസാനം നീന്തി കൊച്ചിനുമായിട്ട് ആളെ പ്രാർത്ഥനയുടെ മാതാവിൻ്റെ മുമ്പിൽ എത്തിക്കഴിയുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് പ്രിൻസിൻ്റെ ഇത് മുട്ടൊക്കെ പൊട്ടിയതാണ്. പൊട്ടിയ രംഗമുണ്ട്. ഇത് ശരിക്കും നീന്തി പൊട്ടിയതാണോ അതോ
എന്തെങ്കിലും ഇങ്ങനെ മുറിവാക്കി മാറ്റിയതാണോ? എന്തായിരുന്നു അതിൻ്റെ യഥാർത്ഥമായ കഥ എന്താണ്? ഇത് നമുക്ക് ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പം അത് നമ്മൾ ഇതിപ്പോൾ ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്കറിയാം. നമുക്കൊരു വിശ്വാസമാണ്. വേളാങ്കണ്ണിക്ക് ജോഡിക്കുട്ടി ഉണ്ടായ സമയത്ത് നേർച്ച ഉണ്ടായിരുന്നു. പിന്നെ എസക്കൂട്ടിന് ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ഒരു ട്രാജഡി ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ആരോഗ്യമായിട്ടൊരു കുഞ്ഞിനെ നമുക്ക് കിട്ടുവാണെങ്കിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ പോകാം വരും, പിള്ളേരെ കൊണ്ട് വരും. അപ്പം രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. അവിടെ ചെന്നപ്പോഴും എനിക്ക് മനസ്സുകൊണ്ട് തോന്നി, അതായത് ഇച്ചാൻ ചെയ്യില്ലായിരുന്നു. അതായത് ഇച്ചാന് മുട്ടയില് അങ്ങനെ ഇച്ചാൻ മുട്ട നീന്തണമെന്ന് നിറച്ച് ഉണ്ടായിരുന്നില്ല. അവിടെ വന്നപ്പം ഇച്ചാനങ്ങ് തോന്നി, എനിക്ക് തോന്നിയതാണ്. അപ്പൊ തോന്നി കഴിഞ്ഞപ്പോഴേക്കും അത് വീഡിയോ എടുത്ത് ജോണിക്കുട്ടിയുടെ ആ ഒരു ഇതുണ്ടായിരുന്നു. അവൻ പറഞ്ഞു ഞാൻ ചെയ്യും എന്ന് അവൻ എന്താ പറഞ്ഞ സമയത്ത് എന്റെ ശോഭയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവരങ്ങ് പറഞ്ഞിട്ട് അങ്ങ് ചെയ്യാൻ പോവാ. അപ്പൊ അതിന് മുന്നേ ഒരു 2 പീക്കിരി പിള്ളേര് അതിലെ മുട്ടുകുത്തി പോകുന്നുണ്ടായിരുന്നു. അതുകൂടെ കണ്ടപ്പോഴാണ് ഇവന് ഭയങ്കര ഒരു ഇത്. അപ്പൊ അവൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഇച്ചാൻ അത് വീഡിയോ എടുക്കാൻ പറഞ്ഞ അവന്റെ എടുക്കാൻ ഇത് ചെയ്താ. പക്ഷെ ഇച്ചാൻ ഒരിക്കലും കാണിക്കാനോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ നമുക്ക് അതല്ല, അതിൻ്റെ അകത്ത് കാണിക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് പ്രിൻസ് നല്ല ഭക്തിപൂർവ്വം വളരെ സീരിയസ് ആയിട്ടും കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയായിട്ട് ഒക്കെ നീന്തി ചെല്ലുന്ന ഒരു വിഷ്വലായിരുന്നു കണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ഭയങ്കരമായ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ നേർച്ചയായിരുന്നു നമ്മള് നടന്ന് നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഉള്ളില് കിടപ്പുണ്ട്. അല്ല, അതിങ്ങനെ നീന്തി അവിടെ ചെന്നതിന് ശേഷം മുട്ട് പൊട്ടിപ്പോയോ? മുട്ട് പൊട്ടി മുറിവായോ? സ്വാഭാവികമായിട്ടും ഈ മുട്ട് കൂടുതൽ പൊട്ടി, ആ മുട്ടില് ചെറിയൊരു ഇത്. പക്ഷെ അത് പിറ്റേ ദിവസം എപ്പോഴും കരുതി നല്ലൊരു നീറ്റിലൊക്കെ ആയിരുന്നു അല്ലേ? അത് നമുക്ക് കിട്ടുന്നത് അനുഗ്രഹങ്ങൾ അത്ര മാത്രമല്ലേ. അപ്പൊ നമ്മൾ ഇതൊന്നും ഒന്നും അല്ലല്ലോ. അല്ല, ശരീരത്തിൽ പീഡ അനുഭവിക്കുന്നതിന് പാവത്തോട് വിട പറയുന്നതാണ്. പക്ഷെ നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ ആ ഒരു മൊമെന്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്കും എന്തോ ഒരു അത് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല കുമ്പസാരം കൂടെ കിട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത്. അപ്പൊ ഇത് മുട്ട് നീന്തി കഴിയുമ്പോഴേക്കും ഒരു നല്ല കുമ്പസാരം കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും അത് പ്രത്യേക സന്തോഷമാണ്. ആ യാത്ര അടിപൊളിയായിരുന്നു. ഞങ്ങള് വന്നു കഴിയുമ്പോഴേക്കും ആദ്യമേ ഞങ്ങൾ ഒരിടത്തും യാത്ര പോയില്ലായിരുന്നു. ആദ്യമേ ചെയ്യേണ്ട കാര്യം അതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചിക്കു ഓൾറെഡി ഒരാഴ്ച ധ്യാനം കൂടാൻ പോയി. ഇനി ഞാനും എല്ലാവരും കൂടി ഒന്നും കൂടെ പോകുന്നതിന് മുമ്പായിട്ട് ഒരാഴ്ച കൂടെ ധ്യാനം കൂടണം. അത് ഒന്നും നേടാനല്ല, പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് നമ്മൾ കുറെ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഇനി നല്ലതായിട്ട് ജീവിക്കണം തോന്നില്ലേ. തെറ്റ് ഡെയിലി ചെയ്യുന്നവരായിരിക്കും നമ്മൾ. അപ്പൊ അതൊരു പ്രത്യേക പോസിറ്റീവ് എനർജി നമ്മളെ ചില സിനിമകൾ നമ്മളിലേക്ക് വന്നു തരാണ്ടിരിക്കുന്ന ഒരു കാരണമാകും ഞാൻ വിശ്വസിക്കുന്നു. പോലെ ഒരു കാര്യം ഇത് മെൻഷൻ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥനയുടെ ഇത് പറയുമ്പോഴേ നമ്മൾ എത്രത്തോളം വിശ്വാസത്തോട് ചേർന്ന് നിന്നാലും അത്രമേ വിശ്വാസ ജീവിതം നയിക്കുന്നവർക്കാണ് ഈ പരീക്ഷണങ്ങളില്ല അതിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഉള്ള പോലെയാ. അപ്പം ഈ അല്പവിശ്വാസികള് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും സകലതും വിട്ട് നിരീശ്വരവാദത്തിലോട്ട് വേണമെങ്കിൽ പോകാം. അത്രയും, അതായത് നമ്മുടെ ബ്രെയിൻ വെച്ച് നമ്മൾ ചിന്തിക്കുന്നതും അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. നമ്മളിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരു കുറെ അങ്ങനെയുണ്ട്. അപ്പം നല്ല വിശ്വാസത്തിൽ അനുഭവം കിട്ടിയേക്കുന്നവർ പെട്ടെന്ന് ഡൈവേർട്ടായി പോയേക്കണ അനുഭവങ്ങളുണ്ട്. ഈവൻ നമുക്ക് തന്നെയാണെങ്കിലും കിട്ടിയ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മാനുഷിക ബുദ്ധി വെച്ച് നമ്മൾ അതിനെ അളക്കാൻ നോക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം ഇതിന് ഉത്തരം വേണമല്ലോ. നമുക്ക് ചിന്തകൾ വരുമ്പം അതിന് ഉത്തരം കിട്ടണം, ഇല്ലെങ്കിലാണ് ഇങ്ങനെയും പല വഴിക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ഈ പ്രാവശ്യം വന്നു കഴിയുമ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് അതായത് നമ്മുടെ സെൻസിനെ സന്തോഷിപ്പിക്കാനുള്ളതല്ല ഈശോപ്പ കുരിശിൽ മരിച്ചേക്കുന്നത്. കുരിശുമരണം എന്ന് പറയുന്ന സംഭവമാണ് യഥാർത്ഥ സത്യം. അതിലാണ് നമ്മൾ വിശ്വസിക്കേണ്ട, ആ ദൈവസ്നേഹത്തിലാണ്. അല്ലാണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ, അതായത് ഒരു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറെ നേരം പ്രാർത്ഥിച്ചു കഴിയുമ്പം കൈ കൊട്ടി, ഇച്ച ഓർക്കുന്നുണ്ടോ? ഇച്ചേനെ വലിയ വിശ്വാസത്തോടെ കണ്ട കാര്യമായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കൈക്ക് തരിപ്പ്, അതായത് ഇച്ചാൻ അങ്ങനെ എന്തോ ഭയങ്കരമായിട്ടും ഫീൽ ചെയ്തു. കൈയടിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴേക്കും ശരിക്കും ഈശോയുടെ കരുണയുടെ രൂപത്തിൽ നിന്ന് ഇങ്ങനെ പ്രകാശം ഇച്ചാന്റെ കയ്യിലോട്ട് കിട്ടുന്നതായിരുന്നു ഇച്ചാന് ഫീൽ ചെയ്തത്. ഡേജി പറഞ്ഞല്ലോ ഈ സഹനങ്ങളൊക്കെ വന്നപ്പം ചിലരൊക്കെ വിട്ടുപോയെന്നൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സഹനങ്ങൾ വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വിട്ടുപോയില്ല? നമുക്ക് അതിനൊരു ഉത്തരം പറയാൻ എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ അടിയുറച്ച വിശ്വാസമാണ് കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെ ആ സാധനങ്ങൾ നമ്മുടെ നന്മയ്ക്കായി മാറും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതായത് ദൈവം നമുക്കൊന്നും ഡയറക്റ്റ് ആയിട്ട് തരുന്നില്ലല്ലോ. ഇത് അനുഗ്രഹങ്ങൾ പല രീതിയിൽ, അതായത് ഒരു സഹനം തന്നു കഴിഞ്ഞ ശേഷം ആ സഹനത്തിൽ നിന്നുള്ള ഒരു ഉയർച്ചയും അതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് പല കാര്യങ്ങളിലും വന്നിട്ടുണ്ട്. ഞങ്ങളൊന്നും ജീവിതത്തിൽ വളരെ വളരെ സാധാരണക്കാരായിട്ട് അന്നും ജീവിക്കുന്നതാണ്, ഇന്നും ജീവിക്കുന്നതാണ്. പക്ഷെ നമുക്ക് കിട്ടിയേക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. എന്നും നമ്മുടെ ഇടയിൽ ദൈവം എന്നുള്ളൊരു, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ദൈവത്തിന്റെ ഒരു ശക്തി ഇടയിൽ ഉണ്ടെന്നുള്ളപ്പോഴാണ് നമുക്ക് എല്ലാം
നന്നായിട്ട് പോകുന്നതെന്നുള്ളൊരു വിശ്വാസമാണ് ഉള്ളില്. എപ്പം അവിടെ നിന്ന് ഇപ്പൊ ഞാൻ മാറിയാലും വിജയം മാറിയാലും അവിടെ കാണുന്നുണ്ട്, നമ്മളത് നമ്മുടെ ലൈഫിൽ കാണും. അത് പക്ഷെ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് തന്നെ തിരിച്ചറിയാനുള്ളൊരു ഇതും അനുഗ്രഹവും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ മറ്റുള്ള ഇപ്പോൾ നിങ്ങളുടെ ആ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ പലപ്പോഴും നമുക്ക് അറിയാം ഈ ഓരോരുത്തരുടെയൊക്കെ ആവശ്യങ്ങൾ ഈ ഭൗതികമായ ആവശ്യങ്ങളുടെയൊക്കെയാണ് ഏറ്റവും കൂടുതലൊക്കെ. അതിനെന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധികളോ തടസ്സമൊക്കെ നേരുമ്പോഴാണ് പലരും ഈ സഹന വേർത്തൊക്കെ പോകുന്നതൊക്കെ. അപ്പം പലപ്പോഴും ഈ ഇനി തൊട്ട് ഇങ്ങനെയൊക്കെ നിങ്ങളോടിത് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോടിത് എന്തുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഈ സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ പൗലോസ്ലിഹായുടെ ഒരു ലേഖനത്തിൽ പൗലോസ്ലിഹ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള ജനതയെക്കാളും നിർഭാഗ്യരാണെന്ന് പറയുന്നത്. അതായത് ഈശോയിലാണ് നമ്മുടെ പ്രത്യാശ, ക്രിസ്തു ആണ് നമുക്ക് തരേണ്ടത്. അപ്പം ശരിക്കും ഇപ്പോൾ കുറച്ച് മുമ്പ് ഡേജു പറഞ്ഞ പോലെ ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളെ പലപ്പോഴും പിടിച്ചു നിർത്തുന്നത്. പിന്നെ ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ വിശ്വാസം ക്രിസ്തു ഏത് പ്രതിസന്ധിയിലൂടെ നമുക്ക് ആ വിശ്വാസം പറഞ്ഞു കിട്ടുമ്പം ക്രിസ്തു സഹനത്തിലൂടെ കടന്നു പോയതുപോലെ നമ്മുടെ ജീവിതത്തിലെ സഹനത്തിലൂടെ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ സന്തോഷത്തിൻ്റെ പിന്നിൽ ഒരു ചെറിയ സഹനങ്ങളും ചെറിയ പ്രതിസന്ധികളും അപകടങ്ങളും ഒക്കെ അല്ലേ, അതിൽ നിന്ന് നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ സന്തോഷം നിങ്ങൾ പങ്കുവയ്ക്കുന്നതും നിങ്ങൾക്ക് ആ തിരിച്ചറിയാനായിട്ടുള്ളതും പറയുന്നത് ഈ കുടുംബ വഴി കിട്ടിയ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയൊക്കെ ഒരു ശക്തിയായിട്ടാണ്. അപ്പം അത് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓർത്തത്, ശരിക്കും നിങ്ങളുടെ ഒരു റീൽസിൽ ഇങ്ങനെ കണ്ടായിരുന്നു, നിങ്ങൾ പലപ്പോഴും എല്ലാവരും തന്നെ യൂറോപ്പിലേക്കൊക്കെ പോകാനായിട്ട് ഇങ്ങനെ നഴ്സുമാർ ഇഷ്ടം പോലെ വലിയൊരു തിരക്ക് കൂട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലും ഇങ്ങനെ പോവുകയുണ്ടായി. ഇപ്പോൾ പലരും പോയിട്ട് ചില സമയത്തൊക്കെ പലർക്കും പറ്റാതെയൊക്കെ തിരിച്ചു പോരുന്നുണ്ട്. അപ്പം ഇപ്പോൾ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെയും നിങ്ങളിത് പങ്കുവയ്ക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഫിൻലാൻഡിലേക്ക് പോകാൻ്റെ പിന്നിൽ ഒരു സഹനമുണ്ട് എന്ന് കേൾക്കുകയുണ്ടായി. അത് ഒന്ന് ഷെയർ ചെയ്യാമോ? എല്ലാ നഴ്സുമാരെ പോലെ തന്നെ എൻ്റെയും സ്വപ്നമായിരുന്നു യൂറോപ്പിൽ പോവുക എന്നുള്ള, അല്ലെങ്കിൽ പുറം രാജ്യത്ത് പോവുക എന്നുള്ള. അത് വെച്ചായിരുന്നു പഠിച്ചു തീർന്നത്. അപ്പം ഫിൻലൻഡിൽ നിന്നുള്ള ഓഫർ വന്നപ്പോൾ ഫിൻലൻഡിൽ നിന്നുള്ള രാജ്യം കേട്ട് പരിചയമില്ലായിരുന്നു. യൂറോപ്പ് ആണെന്ന് അവർ എടുത്തു പറഞ്ഞപ്പോഴാണ് ഓക്കെ യൂറോപ്പ് പരിചയമുണ്ട്, യൂറോപ്പിന്റെ ഒരു പാർട്ട് എന്നുള്ള രീതിയിലാണ് ചാടിക്കേറി നമ്മളത് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ചെയ്ത സമയത്ത് ഒരു 15 പേരോളം ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിന്. പക്ഷെ അതിൻ്റെ 6 പേരെയാണ് സെലക്ട് ചെയ്തത്. അവര് നമുക്ക് തന്ന ഓഫർ എന്നായിരുന്നു വെച്ചാൽ ജോലി അവിടെ വന്ന് ജോലി ചെയ്യാം, പിന്നെ താമസമുണ്ട്, ഫ്രീ താമസമാണ്, ഭക്ഷണം ഫ്രീ ആണ് എന്നൊക്കെയാണ് നമുക്ക് ഓഫർ കിട്ടിയത്. അപ്പം നമ്മളും അത് ശരിയാന്ന് വിചാരിച്ചു. കാരണം ഗൾഫിലുള്ളവരുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് ഗ്യാസ് കൊടുക്കും, ഫുഡിന് സാധനങ്ങൾ കൊടുക്കും എന്നൊക്കെ. അപ്പൊ ഈ ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മളും ചെന്ന ഉടനെ ജോലിയാണല്ലോ, അപ്പം കിട്ടുന്ന സാലറി കൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഈ സംഭവം ജോലി കിട്ടത്തില്ല, നമ്മൾ പഠിച്ച് അവിടുത്തെ ഭാഷ നമ്മൾ പഠിക്കണം. കാരണം ആ രാജ്യത്ത് ഇംഗ്ലീഷ് കൊണ്ട് കാര്യമില്ല. ഞങ്ങളോട് അവർ പറഞ്ഞത് IELTS പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഈ ഓഫർ വരുന്നത്. അവർ പറഞ്ഞ ഇംഗ്ലീഷ് മതിയെന്ന. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇംഗ്ലീഷ് കൊണ്ട് ഒരു കാര്യമില്ല, ഇംഗ്ലീഷ് അറിയാവുന്നവർ പോലും അവിടെ ഇംഗ്ലീഷ് പറയുന്നില്ല. അപ്പം നമ്മൾ ഫിന്നിഷ് പഠിക്കണം. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ചെന്ന സ്ഥലത്ത് 2 ലാംഗ്വേജ് ഉണ്ട്, ഫിന്നിഷും സ്വീഡിഷും. അപ്പം സ്കൂളിൽ പോയി സെയിം നമ്മൾ പഠിച്ച നഴ്സിംഗ് കോളേജ് അത് തന്നെ, അതും അതിലൊരു പടി താഴ്ന്ന കോഴ്സിനാണ് അവിടെ കൊണ്ടുവരി ചേർത്തത്. എന്നിട്ട് ക്ലാസ്സിൽ ഡെയിലി പോകുന്നു, പഠിച്ചതിന്റെ അത്ര പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അവിടെ പോകുന്നത്. അപ്പോൾ ദിവസം നമ്മുടെ അവേഴ്സ് പോവാണല്ലോ, എന്നും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പോവുക വരിക. ഇത് ഭയങ്കര വിഷമമായിട്ട് തോന്നി, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തോന്നി. പക്ഷെ ചെന്ന് പെട്ട രാജ്യം നമ്മുടെ രാജ്യത്തെക്കാളും ഡിഫറെന്റ് ആണ്. ഓക്കെ യൂറോപ്പ് ആ ഒരു ചിന്തയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം എന്നുള്ള ഒരു തോട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കൊണ്ടുപോയ പൈസ തീർന്നു. കാരണം ചെറിയ എമൗണ്ട് ആയിരുന്നു നമ്മൾ പൈസ കൊണ്ടുപോയുള്ളൂ. അപ്പോൾ ജോലി കിട്ടി കഴിയുമ്പോൾ പൈസയുടെ ആവശ്യമില്ലെന്നുള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ അതും ഫ്ലോപ്പായി. നമ്മുടെ കാശ് തീർന്നു കഴിയുമ്പോഴേക്കും ഫുഡിനുള്ള ഇതില്ല. ഇവിടുന്ന് കൊണ്ടുപോയ ഡ്രസ്സ് ഇനഫ് ആയിരുന്നില്ല. കാരണം ഞങ്ങൾ ചെന്നത് ഒരു ഓട്ടത്തിലായിരുന്നു. ഓട്ടം വെതർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ തണുപ്പൊന്നും ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് വിന്റർ ആകാൻ കിടക്കുക. വിന്റർ എന്ന് പറയുമ്പോൾ കടുകട്ടി വിന്റർ. അതെല്ലാം പയ്യെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളുടെ കയ്യിലുള്ള സകല സാധനങ്ങളും തീർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന അവസ്ഥ. ആരോട് പറയും, എങ്ങനെ ചെയ്യും? കാരണം ഒരു ഓറിയന്റേഷൻ ക്ലാസ് പോലും ഞങ്ങൾക്ക് അവർ തന്നില്ല, കൊണ്ടേ വിട്ടു. നേരെ സ്കൂളിലോട്ടായിരുന്നു. ഈവൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് എങ്ങനെ ബസ്, നമ്മുടെ ഇവിടുത്തെ പോലെ വെയിറ്റിംഗ് ഷെഡ് കൈ കാണിച്ച് നിൽക്കുക അങ്ങനത്തെ ഇതൊന്നുമല്ല, ടൈമിംഗ് സിസ്റ്റം ആണ്. അപ്പൊ അതൊന്നും നമുക്ക് പറഞ്ഞു തന്നില്ല.
പിന്നെ കൂടുതലുള്ള വേറെ രാജ്യക്കാർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, അവരെ കൊണ്ടുവന്നവർ കൊടുത്തേക്കുന്നത്. അപ്പൊ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് വെച്ചിട്ടാണ് നമ്മൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ തുടങ്ങിയത്. പക്ഷെ ഈ ആദ്യത്തെ ഒരു സ്പിരിറ്റ്, ഒരു എനർജി ഒക്കെ എന്ന് പറയുന്നത് ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ചോർന്നു പോകാൻ തുടങ്ങി. നമ്മൾ ഈ മുന്നോട്ടുള്ള ജീവിതം എന്ത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞുകൂടി ഇരിക്കുന്ന സമയം, അപ്പൊ ഹസ്ബൻഡിന് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ വരുമെന്ന് അവര് പറ്റും എന്ന് പറഞ്ഞതായിരുന്നു ഒരു ഭയങ്കര ഒരു എന്താ മോട്ടീവായിട്ട്. കാരണം നമുക്കിപ്പോ ഫാമിലി ലൈഫ് അവിടെ കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ഇത് എന്റെ കാര്യം തന്നെ സ്റ്റേബിൾ ആവുന്നില്ല, അപ്പൊ ഇച്ചാനും വരാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ആയപ്പോഴേക്കും തിരിച്ചു ഞാൻ കുറെ തവണ പറഞ്ഞു തിരിച്ചു പോരെന്ന് പറഞ്ഞു. പക്ഷെ എവിടെയോ ഉള്ളിലൊരു തോന്നൽ വന്നു, മാക്സിമം പിടിച്ചു നിൽക്കാം, എന്തായാലും വന്നതാണല്ലോ നോക്കാം എന്നുള്ളത്. പിന്നെ നമ്മുടെ കൂടുതലുള്ള ആളുകളാണെങ്കിലും അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കാൻ മനസ്സുള്ള കുറച്ച് പേര് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഭയങ്കര പ്രതിസന്ധിയുള്ള സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഹോസ്റ്റലിൽ ഞങ്ങൾ പ്രയർ ചെല്ലിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തന്നെത്താനെ നമ്മൾ പ്രയർ ചെല്ലുന്ന ഇതുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എവിടെ നിന്നൊക്കെയോ ഒരു സന്തോഷമാണ്. നമുക്ക് ആക്ച്വലി ഞങ്ങൾ സ്ട്രഗിളിലൂടെയാണ് പോകുന്നത്, പക്ഷെ ഞങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ ഒരു സന്തോഷം വരുന്നുണ്ട്. തമാശകൾ നമ്മുടെ കൂടുതലുള്ള അത് ചില ഇപ്പൊ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്തും ഞങ്ങള് ഹ്യൂമറസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അപ്പം നമുക്ക് പിന്നെയും മുന്നോട്ട് പോകാനൊരു സ്ട്രെങ്ത് വന്നു. പിന്നെ നമ്മുടെ ടീച്ചർമാരൊക്കെ കൂടി സംസാരിച്ച് ചർച്ചിൽ ഇടപെട്ട്, ചർച്ച് എന്ന് പറയുമ്പോൾ ലൂതറൻസ് ചർച്ചാണ്, പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് ചർച്ചിൽ വരുന്ന ആളുകളൊക്കെ കൂടി ഞങ്ങൾക്ക് വിന്ററിനെ അതിന് പറ്റിയ രീതിയിലുള്ള അത് ശരിക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല റിയൽ ജാക്കറ്റ്, ഷൂസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കൊണ്ടു തന്ന് അത് ഞങ്ങൾ യൂസ് ചെയ്ത് കുറെ നാൾ പോയി. പിന്നെ ഞങ്ങൾക്ക് ആ ക്രിസ്മസ് ഞങ്ങൾക്ക് വെക്കേഷൻ ആയിരുന്നു. അപ്പം ഒരു 10-15 ദിവസത്തോളം ലീവ് വരും. ലീവ് ഉള്ളപ്പം സ്കൂളിൽ നിന്ന് ഫുഡ് കിട്ടില്ല. ഇവർ ഈ ഫ്രീ മീൽ എന്ന് പറഞ്ഞത് അവിടുത്തെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഫുഡായിരുന്നു. അപ്പം സ്കൂൾ അടയ്ക്കുമ്പോൾ ആ ഫുഡില്ല. അപ്പൊ ഒരാഴ്ച ഞങ്ങൾ പട്ടിണി, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസയൊക്കെ തീർന്നു. ആകെ ഉള്ളത് മറ്റേ കുറെ ആപ്പിള്, ഓട്ടം തീരാറാകുമ്പോൾ ആപ്പിളും തീരും. പക്ഷെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉള്ള മുറ്റത്തോടെ ഉണ്ടായിരുന്ന ആപ്പിളൊക്കെ ആയിരുന്നു ഞങ്ങൾ പറിച്ച് സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആരോ പറഞ്ഞിറങ്ങി പള്ളിക്കാരൊക്കെ കൂടിയിട്ട് ഞങ്ങൾക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നത് ഓർക്കുന്നുണ്ട്. അത് നമുക്ക് ടേസ്റ്റ് ഇത് പറ്റത്തൊന്നുമില്ല, പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയോ നമ്മളത് മുറിച്ചെടുത്ത സോസേജ് ഒന്നും അന്ന് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. സോസേജ് എങ്ങനെ ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് അതൊക്കെ കട്ട് ചെയ്ത് ചട്ടിയിലിട്ട് ഞങ്ങള് മറ്റേ കറി പോലെയൊക്കെ ആക്കി അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങള് ഇത് ചെയ്തത്. പക്ഷെ പോയി ഒരു ഡിസംബർ ഒക്കെ ആയി കഴിയുമ്പോഴേക്കും ഞങ്ങള് ഒരു അങ്കിളിനെ മീറ്റ് ചെയ്തു. അങ്കിളിന്റെ പ്രയർ പള്ളി വഴി തന്നെ പരിചയപ്പെട്ട ഒരു അങ്കിളാണ്. അപ്പൊ അങ്കിളാണെങ്കിൽ കുറെ ഓർഫൺ പിള്ളേരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അമേരിക്കൻ സോഷ്യൽ, ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ വർക്കാണത് സംഭവം. അപ്പൊ ഒരു ചാരിറ്റി പോലെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് കൊണ്ട് ഇങ്ങനെ വീടുകളിൽ വിൽക്കുന്നു. ആ കിട്ടുന്ന എമൗണ്ടിന്റെ നല്ലൊരു ശതമാനം ചാരിറ്റി ചെയ്യാനായിട്ട് അങ്കിൾ ഉപയോഗിക്കുന്നു. അപ്പം അങ്കിളിന്റെ സെയിൽ ചെയ്യാനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് പോകുന്നതിന് ഈ ചെറിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടും. അപ്പം ഇപ്പൊ വുഡൻ ഈ ക്രാഫ്റ്റ് വർക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ ആനയുടെ ഒക്കെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ടത്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 5 യൂറോയോ അല്ലെങ്കിൽ 7 യൂറോയോ കിട്ടത്തുള്ളൂ. അപ്പൊ ഒരെണ്ണം കൊണ്ടുപോയാൽ പറ്റത്തില്ലല്ലോ. 3 മണി വരെയൊക്കെ ഞങ്ങൾക്ക് സ്കൂളുണ്ടാവും. 3 മണി കഴിഞ്ഞൊരു 3:30 ആകുമ്പോഴേക്കും അങ്കിളിന്റെ വാൻ വന്ന് സ്കൂളിന്റെ അടുത്ത് നിൽക്കും. അപ്പൊ അതിന്റെ അകത്ത് നിറച്ച് ഇങ്ങനെ ക്രാഫ്റ്റ് സാധനങ്ങൾ, ഫ്രൂട്ട് ബോൾ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ട്. അതായത് ഇങ്ങനെ സ്പ്രിങ് പോലെ വുഡ്, തടിയുടെ തന്നെയാണ്, ഇങ്ങനെ വുഡ് പോലെ ഷേപ്പില് നല്ല ഹെവി ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഫ്രൂട്ട് ബോൾ, ആന, പിന്നെ ബ്രാസിന്റെ പ്രൊഡക്ട്സ്, പിന്നെ കാശ്മീരി സിൽക്സ്, അങ്ങനെ കുറെ സാധനങ്ങൾ, എല്ലാം നല്ല അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനങ്ങൾ. അപ്പൊ ഇത് ആളാകുമ്പോൾ ഇത് എണ്ണി മാക്സിമം എത്ര എടുക്കണോ അത്ര വിറ്റാലാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പം ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഞങ്ങള് മുതുകത്ത് ഷോൾഡറെ ഇങ്ങനെ എടുക്കുന്നു, 2 കയ്യിൽ തൂക്കി പിടിക്കുന്നു. എന്നിട്ട് ഈ കയ്യിൽ തൂക്കി പിടിക്കാൻ ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പം ഞങ്ങള് വിന്ററിന്റെ സമയത്തൊക്കെ സ്നോയിലൂടെ ഇങ്ങനെ നമ്മൾ വലിച്ചുകൊണ്ട് പോകത്തില്ലേ, അങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഷൂസ് എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ കിട്ടുന്ന കറക്റ്റ് സൈസ് ഒന്നുമല്ല. ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയ ഷൂസ് തന്നെയാണ്, സ്പോർട്സ് ഷൂ ആണ് യൂസ് ചെയ്യണത്. സ്പോർട്സ് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ കാണുമ്പോൾ അത് ഇൻഡോറിൽ നമ്മൾ ഓടാനും എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഇടുന്ന സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സമ്മറിൽ റണ്ണിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ വിന്ററിൽ ഉപയോഗിക്കാനായിട്ട് അവിടെ എടുത്തേക്കുന്നത്. അപ്പം ഒരു കുറച്ച് നടന്നു കഴിയുമ്പോഴേക്കും നല്ല മൈനസിൽ അതൊക്കെ ഇടുമ്പോഴേക്കും നമ്മുടെ വിരലൊക്കെ അങ്ങ് തണുത്തിട്ട് കോൾഡ് ബേൺ ആവുന്നൊരു അവസ്ഥയുണ്ട്, പൊള്ളുന്ന പോലെ. കുറെ കഴിയുമ്പോൾ വിരലൊന്നും ഫീൽ ചെയ്യത്തില്ല, അതായത് തൊടുമ്പോ ഇങ്ങനെ ഭയങ്കര പെയിൻഫുൾ അത് എക്സ്പീരിയൻസ് ചെയ്താലാണ് നമുക്ക് ആ പെയിൻ എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യമേ ഫിംഗർ ടിപ്സും മറ്റേ കാലിന്റെ എല്ലാം ആയിരിക്കും ഫ്രീസ് ആവുന്നത്. അപ്പൊ അത്രയും പെയിൻ. എന്നാലും ഞങ്ങള് സ്പീഡിൽ ഓടും. അപ്പൊ
നമ്മള് പണ്ട് കേട്ടിട്ടുണ്ട് സ്കൂളിൽ പഠിച്ച സ്റ്റോറിക്കകത്ത്, അതായത് ഈ ശുപ്പാണ്ടിയുടെ ഒരു ഇത് വായിച്ചതിൻ്റെ അകത്ത് നല്ല തണുത്ത റൂമിലിട്ടപ്പോ ശുപ്പാണ്ടിയെ രാജാവ് ശിക്ഷിക്കാൻ വിളിച്ചിറക്കുമ്പോൾ വേർക്കുവാണ്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരിയുള്ള വട്ടത്തിൽ ഐസ് റൂം ആണെങ്കിലും ശുപ്പാണ്ടി അതിനകത്ത് ഓടിക്കൊണ്ടിരുന്നു. കുറെ ഓടി ഓടി ബോഡി ഹീറ്റായി അങ്ങനെയാണെന്നുള്ളൊരു ഇത് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ ഞങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സ്പീഡിൽ ഓടും, അങ്ങനെയൊക്കെ ആ ഒരു സാഹചര്യങ്ങൾ ഞങ്ങൾ അതിജീവിച്ചു ഓർക്കുന്നുണ്ട്. അപ്പൊ അങ്കിള് തരുന്ന പൈസയായിരുന്നു പിന്നെ ഞങ്ങള് മിച്ചം പിടിച്ച് പിന്നെ അതുപോലെ തന്നെ കുപ്പിയൊക്കെ നമ്മുടെ അവിടെ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ടാക്സ് മേടിക്കുന്ന ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, അതിന് ചെറിയൊരു ടാക്സ് അവർ ആദ്യമേ എടുത്തു കഴിഞ്ഞിട്ട് ഈ കുപ്പി നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ ആ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ അങ്ങനെ ചില്ലിന്റെ ചെറിയ ബോട്ടിലിന് 15 സെന്റ്, ഇച്ചിരി വലിയ ബോട്ടിലിന് 20 സെന്റ്, പിന്നെ ഈ ഫാനിന്റെ പോലത്തെ വലിയ കുപ്പിക്ക് 40 സെന്റ് അത് കിട്ടും. അപ്പൊ ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഞങ്ങള് ഇത് റീസൈക്കിൾ ബിന്നിലിട്ട് കഴിയുമ്പോഴേക്കും അവിടെ നമുക്ക് ടിക്കറ്റ് വരും. അപ്പൊ അങ്ങനെ ആ കിട്ടുന്നത് ചിലപ്പോൾ 6 യൂറോ ആയിരിക്കും, 7 യൂറോ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് ചിക്കന് 99 സെന്റ് ഒക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പോയി ഒരു ചിക്കൻ മേടിക്കും. റൈസിനുമായി പറയാനുള്ള അധികം വരില്ല. അപ്പൊ അതുകൊണ്ട് ചോറും ചിക്കനും അങ്ങനെയൊക്കെ ആയിരുന്നു കുറേ നാളത്തെ ഞങ്ങളുടെ ഡയറ്റ്. അതായത് ഈ പണ്ട് ഇവരിങ്ങനെ ചെയ്യുന്ന പറയുമ്പോഴേക്കും 20 കിലോ മുകളിലായിരിക്കും ബാക്കിൽ ഇത് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്നോയ്ക്കകത്തുള്ള ഒരു വീട് തമ്മിൽ മിനിമം 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഈ സാധനം ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഫില്ലിൽ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അപ്പം ഇവർ ഒരു വീട്ടിൽ ഈ അവിടെ ഒരു 2 മണി ഡിസംബർ ടൈം എന്നൊക്കെ പറയുമ്പോൾ ഒരു 12 മണി 1 മണി കഴിയുമ്പോൾ തൊട്ട് ഇരുട്ടായിരിക്കും. ഇരുട്ടിനകത്തോടെ നടന്നിട്ടാണ് ഇവർ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ആളുണ്ടാവത്തില്ല. മിക്ക വീടുകളിലും ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ഉണ്ടാവത്തില്ല. അപ്പം അങ്ങനെ ഭയങ്കര അത് നമ്മൾ പുറത്ത് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് നമുക്ക് ഇവിടുത്തെ വെതറിൽ നമുക്ക് ചെയ്യുന്നത് വളരെ കുറച്ചുകൂടി ഈസിയാണ്. -20 ടെമ്പറേച്ചർ 20-25 ടെമ്പറേച്ചർ ആയിരുന്നു ആ സമയത്ത്. അപ്പം ഇനഫായിട്ടുള്ള ക്ലോത്ത്സ് ഇല്ല, ഷൂസ് ഇല്ല, ഈവൻ ഗ്ലൗസ് പോലും ഇല്ല. ആ സമയത്ത് 20 കിലോ മുകളിൽ വെയിറ്റ് ബാക്കിലുണ്ടാവും, പിന്നെ 2 കയ്യിലുണ്ടാവും. അങ്ങനെ ഭയങ്കര ഒരു ടൈം. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ കൂടെ ആയിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, നമുക്ക് ആകെ മൊത്തം പറയുന്നത് നമുക്ക് തിരിച്ചു വരാനാണ് മാത്രമേ പറയാൻ പറ്റൂ. ആ സമയത്ത് പിടിച്ചു തന്നത് ഭയങ്കര ഒന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഫോറിനേഴ്സിനെ പെട്ടെന്ന് ആരും അക്സെപ്റ്റ് ചെയ്തില്ല. നമ്മൾ ഫോറിനേഴ്സിനെ കാണുമ്പോഴേക്കും അവർക്ക് ഭയങ്കര പേടിയാണ്. വേഗം അവർ പോലീസിനെ വിളിച്ചു, പോലീസ് വന്നു. അതായത് ഞങ്ങൾ എന്തോ ക്രൈം ചെയ്യാൻ വന്ന പോലെ. പിന്നെ ഞങ്ങൾക്ക് ID കാർഡൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നഴ്സസ് ആണ്, നമുക്ക് ഇംഗ്ലീഷിലും സ്വീഡിഷിലും എഴുതിയേക്കുന്നത്. എന്നിട്ട് അത് കാണിച്ച് ഞങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ ആദ്യം പഠിച്ച ഫിന്നിഷും സ്വീഡിഷും അതായിരുന്നു കേട്ടോ. അത് നമ്മളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവം ആ പോക്കിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റി. പിന്നെ അത് അവരെ പറഞ്ഞ് കേൾപ്പിച്ച് പോലീസ് പിന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓക്കെ ഞങ്ങളുടെ 2-3 പ്രൊഡക്റ്റ് ഓർഡർ ഇട്ട് ഞങ്ങൾക്ക് പൈസ തന്നു. ഞങ്ങൾ അവിടെ നിന്ന് പൈസയായിട്ട് തിരിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിലെത്തി. അപ്പം ഇങ്ങനത്തെ ഇതൊരു 4-5 മാസത്തോളൊക്കെ അങ്ങനെ പോയി കഴിയുമ്പോഴേ ഞങ്ങൾ ഓർത്തു ഇതല്ലല്ലോ നമ്മൾ പഠിച്ച പ്രൊഫഷൻ, ഇതല്ല നമ്മുടെ ലൈഫ്, ഇങ്ങനെയല്ല പോകേണ്ടത്. അപ്പം കുറച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു 2 പേരോളം ട്വിസ്റ്റ് ചെയ്ത ഒരാൾ പോയി, പിന്നെ വേറൊരാള് ഡ്രോപ്പ് ചെയ്യാനുള്ള ഓൾമോസ്റ്റ് അങ്ങനത്തെ ഒരു മൈൻഡിലൊക്കെ ആയിരുന്നു. പിന്നെ ഭയങ്കരമായിട്ടും നെഗറ്റിവിറ്റി അടിച്ച് ഒരു സൈഡിലൂടെയൊക്കെ പോയായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ എവിടെന്നോ നമ്മള് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു 3-4 പേര് നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നതും പിന്നെ അതുപോലെ നല്ല ഹ്യൂമർ സെൻസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പം ആ ഒരു ഇതിൽ ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. അവസാനം ഞങ്ങൾ അവിടുത്തെ രീതി ഏകദേശം മനസ്സിലായപ്പോൾ നമുക്ക് ആദ്യം ലാംഗ്വേജിൽ ഫോക്കസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയുള്ള ഒരു പാർട്ട് ടൈം ജോലിയിൽ അവിടുത്തെ ഒരു കൾച്ചർ വെച്ച് പാർട്ട് ടൈം ജോലിക്ക് കയറുക എന്നുള്ളതാണ് ഫസ്റ്റ് പറ്റുന്ന കാര്യം. അങ്ങനെ നമ്മൾ പ്രാക്ടീസിന് ഫസ്റ്റ് പ്ലേസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ പോയി നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ ബെസ്റ്റ് നമ്മൾ അവിടെ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് എപ്പോഴും റിജക്ഷൻ ആയിരിക്കും. അവര് നമ്മളെ നേരെ അക്സെപ്റ്റ് ചെയ്തൊന്നുമില്ല, റിജക്ട് ചെയ്യും. നമ്മൾക്ക് ഇൻസൾട്ടഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്കൊരു നമ്മുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്ന സാധനമൊക്കെ അങ്ങ് ഫുള്ള് പോയ പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ആലോചിക്കുമ്പം നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച പ്രൊഫഷനിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ജോലി ചെയ്യണം, നമുക്ക് നല്ലൊരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ എത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കും, ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിന്റെ കൂട്ടത്തില് നമുക്ക് സൈലന്റ് ആയിട്ട് നമുക്ക് നേർച്ച ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് പ്രാർത്ഥന ഒരു സൈഡിൽ നിന്ന് നമുക്ക്, അത് നമ്മുടെ സീക്രട്ടാണ്. കാരണം നമ്മളായിരിക്കുന്ന ആ രാജ്യത്ത് മതമുണ്ട്, വിശ്വാസവും ഇതെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും അവർ പുറമെ പറയാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ട്. വർക്ക് പ്ലേസിലൊക്കെ ഇരുന്ന് ജസ്റ്റ് പറയുന്ന പോലെയല്ല, നമ്മൾ നമ്മുടെ ഭയങ്കര ഇതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ചെറുതായിട്ട് അവിടെ അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, നമ്മളത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പം പക്ഷെ എന്ന് കരുതി നമ്മുടെ വിശ്വാസം നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. അപ്പൊ അത് നമ്മുടെ സൈഡായിട്ട് എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. എന്നിട്ട്
നമുക്ക് ദൈവകൃപയാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഫസ്റ്റ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോലും അവിടെ ജോലി ആയില്ലായിരുന്നു. 6 മാസം കൊണ്ട് ഫസ്റ്റ് സമ്മർ ജോലി എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടി. ഒറ്റ മാസത്തെ കോൺട്രാക്ട്. കയറുമ്പം സാധാരണ ആളുകൾക്ക് കുറച്ച് ദിവസം അങ്ങനെയൊക്കെ കിട്ടുന്നത്, പക്ഷെ ദൈവം അനുഗ്രഹിച്ച 1 മാസത്തെ കോൺട്രാക്ട് വിത്ത് സാലറി. അപ്പൊ അത് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തു. കാരണം 7 യൂറോ 5 യൂറോ ഒക്കെ കിട്ടുന്നിടത്തുനിന്ന് നമുക്ക് 1000 യൂറോ സാലറി ആയിട്ട് ആദ്യത്തെ മാസം എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അങ്ങ് പിന്നെ അതങ്ങ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഓക്കെ, പ്രതീക്ഷയായി. എങ്ങനെ പോയാലും ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കേണ്ടത്, അതായത് ഞങ്ങളെ പിന്നെ പോലീസ് വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളെ ഡിസ്കസ് ചെയ്ത്, കോടതി ഉണ്ടായിരുന്നു, കേസ് നടക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളെ ട്രാപ്പ് ചെയ്തവർ അവർ പിടിച്ചു. അപ്പൊ അവർ ഞങ്ങൾക്ക് പൈസ പേ ചെയ്യണം എന്നുള്ള ഇത് വന്നു. പിന്നെ റെഡ് ക്രോസ് ഇടപെട്ട് ഞങ്ങൾക്ക് ഈ ഹ്യൂമൻ ട്രാഫിക് എന്ന് പറഞ്ഞൊരു വകുപ്പിൽ ചേർത്തിട്ട് ഞങ്ങൾക്ക് ചെലവിന് വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് അവർ തരാമെന്ന് ഏറ്റു. അപ്പം അത് ആ വഴിക്ക് പോയി കഴിയുമ്പോൾ അത് കുറെ നാൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വിസ റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ തന്നെ ജോലി കണ്ടുപിടിച്ച് പോകണം. അവരുടെ പൈസയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ പിന്നെ തിരിച്ചു പോരേണ്ടി വരും. വിസ ഇല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കത് വേണ്ട, കിട്ടി കുറച്ച് ഞങ്ങൾ കളക്ട് ചെയ്തു. എന്നിട്ട് അത് സേവ് ചെയ്ത് വെച്ചിട്ട് ബാക്കി ഈ ജോലി തന്നെ ഞങ്ങൾ ഫോക്കസ് ചെയ്ത് പോയി. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് പാർട്ട് ടൈം കഴിഞ്ഞ് ഞങ്ങളുടെ ഗ്രാജുവേഷൻ കുറച്ച് നേരത്തെ, കാരണം ഇവരെല്ലാം ഇടപെട്ട് കഴിഞ്ഞിട്ട് മെയിൻ സംഭവം ഇവർ ഞങ്ങളോട് റിട്ടേൺ ടിക്കറ്റ് എടുത്തു തരാം, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാം, നിങ്ങൾ തിരിച്ചു പോക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു 1-2 പേർക്ക് അത് വില്ലിങ് ആയിരുന്നു അവര്. കാരണം അവരുടെ ലൈഫിൽ അവർ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് അത് ഇമാജിൻ ചെയ്യുന്ന കാര്യം പോലും അല്ല. നമുക്ക് തിരിച്ചു നോക്കി എന്തിനും ഇവിടെ ഇതുപോലെ കിടന്ന് നരയിക്കണേന്ന് ഓർത്തുകൊണ്ട് അവരങ്ങനെ ഒരു മൈൻഡിലോട്ട്. അപ്പം ഒരു മൊമെന്റിൽ ഇച്ചാനാണെങ്കിൽ കാര്യമായിട്ട് വിളിക്കും, അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാന്നും പറഞ്ഞു. അപ്പം അവിടെ വരെ എത്താൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു, അത്രത്തോളം എത്തി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോപ്പ് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പൊ എനിക്കൊരു പ്രതീക്ഷയായിരുന്നു, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തേലും ഒരു വഴി തെളിയും എന്നുള്ള ഇതില്. അങ്ങനെ ഗ്രാജുവേഷൻ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്തില്ല, അവരുടെ കയ്യിൽ നിന്ന് മറ്റേ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കേസ് അക്സെപ്റ്റ് ചെയ്തില്ല. ഇത് കോളേജിൽ നമ്മൾ സ്റ്റഡി കൗൺസിലറിന്റെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്ന പോലെ കുറച്ചൊക്കെ ഇത് ചെയ്ത് നമ്മുടെ ഈ 3 വർഷത്തെ കോഴ്സ് എന്നുള്ളത് കുറച്ച് 1.25 വർഷമാക്കി കുറച്ച് കിട്ടി. ഗ്രാജുവേഷൻ ആ സമയത്ത് തന്നെ നടത്തി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 1.5 വർഷം കഴിയുമ്പോഴേക്കും ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഞങ്ങൾക്ക് ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് എനിക്കവിടെ ജോലി കിട്ടി. അപ്പൊ ആദ്യത്തെ ഞാൻ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു ആളെന്റെ നമുക്ക് മെന്ററായിട്ട് നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അവര് പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും അതുവരെ അവരുടെ കൂട്ടത്തില് ചെറിയതായിട്ട് നിൽക്കുന്നു, ചെറിയ അവേഴ്സിൽ. അങ്ങനെ ഇവര് പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ഇവർക്ക് മെറ്റേണിറ്റി ലീവ് വേണം. അപ്പൊ അവര് മെറ്റേണിറ്റി ലീവിന് പോയി. അപ്പൊ ആ ചാൻസ് അവരെനിക്ക് തന്നു. അങ്ങനെ അത് എനിക്ക് പറയുമ്പോൾ ഇപ്പോഴും ഭയങ്കര അവസ്ഥയാണ്. കാരണം ഈ സെയിം ടൈമില് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് ജോലിയില്ലാതെ ഇതിനേക്കാളും കഴിഞ്ഞവരൊക്കെ ഉണ്ട്, നടക്കുന്നില്ല. എന്നിട്ട് ഈ 1.5 വർഷം കൊണ്ട് അത് ജോലിയായി കിട്ടിക്കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കിട്ടണല്ലോ. എ സ്റ്റാറ്റസ് ആയാലാണ് ഞാൻ വരാൻ പറ്റുള്ളൂ. അപ്പം ഈ ലോങ്ങർ കോൺട്രാക്ട് കിട്ടിക്കഴിയുമ്പോഴേക്കും എ സ്റ്റാറ്റസ് ആക്കി കൺവേർട്ട് ചെയ്ത് വരാൻ പറ്റി. അത് കഴിഞ്ഞ് എങ്ങനെയോ അതായത് നമ്മുടെ ബോസ്, അവിടുത്തെ രീതിയിൽ പറഞ്ഞ സസ്തോയിത്തായ എന്ന് പറയും, നമ്മുടെ വാർഡ് ഇൻചാർജ്, അവരാണെങ്കിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത് അവർക്ക് ഇന്ത്യക്കാരോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് തോന്നും. അപ്പം നമ്മളോട് അവരെപ്പോഴും വരുമ്പം പേഴ്സണലി അവർ വർത്താനം പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ഈ ന്യൂസ് അവിടെ സ്പ്രെഡ് ആവുകയും ചെയ്തു, ഞങ്ങളിങ്ങനെ വന്ന കാര്യവും പിന്നെ പോലീസിന്റെ അതൊക്കെ. അപ്പൊ അത് ഇവർ അറിയുകയും ചെയ്തു. അപ്പൊ ഇവർ കൂടുതൽ കൺസേൺ ആയി. പിന്നെ കൂടുതലുള്ള കൊളീഗ്സിനോടൊക്കെ നമ്മൾ എപ്പോഴും നല്ല പ്ലസന്റ് ആയിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇടപെട്ട് അവരെല്ലാരും കൂടെ റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ അത് പെർമനന്റ് ജോലിയായിട്ട് കിട്ടി. അതൊരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അതായത് അപ്പൊ അതുവരെയുള്ള ആ സ്ട്രഗിളിൽ പിന്നെ ഇപ്പൊ എനിക്ക് കൂട്ടുവരാൻ പോവാണല്ലോ. വിജയം വന്നു കഴിയുമ്പോഴേക്കും പിന്നെ എനിക്കൊന്നും ഒരു പ്രശ്നമല്ല, എല്ലാം താങ്ങാൻ ആളുണ്ട്. അപ്പൊ എങ്ങനെയാലും എത്രയും പെട്ടെന്ന് നിശ്ചയം വരണം എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് അത് എളുപ്പത്തിൽ നടന്നില്ല. ഇതിനിടയ്ക്ക് കുറെ സ്ട്രഗിൾ ചെയ്തു. അതായത് 6 മാസം ചുരുപോയി 6 മാസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഓരോ ഇൻഫർമേഷൻ അന്നത്തെ സമയത്ത് നമുക്ക് നെറ്റിൽ നിന്ന് കണ്ടെത്താൻ പറ്റത്തില്ലായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ പോയി ചെന്ന് വിസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടുന്ന് ബാഗെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഡൽഹി ചെല്ലുന്നു. ഡൽഹി ചെന്ന് കഴിയുമ്പോൾ എനിക്ക് വിസ കിട്ടുമെന്നുള്ള ധാരണയിലാണ് പോകുന്നത്. അന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും വിസ റിജക്ഷനാണ്. 6 മാസമായുള്ളൂ, ചിക്കോടെ പോയി ഓൾറെഡി സ്റ്റുഡൻ്റ് ആണ്. ഇതൊന്നും അന്ന് നമുക്ക് പറഞ്ഞാൽ ആളില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ടാണ് നേരെ ഡൽഹിക്ക് പോകുന്നത്. ഇപ്പോഴും ഞാൻ പോവാണല്ലോ, ഞാൻ ഫിലിന് പോവാന്ന് പറഞ്ഞ് ടാറ്റയും പറഞ്ഞ് പോയിട്ട് പിറ്റേ ദിവസം തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് പിന്നെ പോകാൻ പറ്റിയത്. അത് കഴിഞ്ഞ ശേഷം പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴും വിളിക്കുന്നത് കരച്ചില് ബഹളം. അത് കഴിഞ്ഞാൽ ഓർക്കുന്നുണ്ടോ, മറ്റേ യൂദാസ്ലിഹയുടെ പള്ളിയിൽ നൊവേന കൊടുത്ത് അവിടെ ധ്യാനം കൂടി
അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇച്ചാനും ഒരു ധൈര്യം ഈ പ്രാവശ്യം എന്തായാലും കിട്ടി നിൽക്കും അല്ലേ. എന്നിട്ട് പിന്നെ പോയിട്ടാണ് പിന്നെ കിട്ടി. അത് കഴിഞ്ഞ ശേഷം പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ചിക്കുവിനെ വീണ്ടും ഇപ്പം ആദ്യം ഇവിടെ നേഴ്സിംഗ് കഴിഞ്ഞാൽ നമ്മൾ ഫിലിൻഡിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നേഴ്സിംഗ് കോഴ്സ് ചെയ്യണം. ഇവർ പോയത് നേഴ്സിംഗ് കോഴ്സിനല്ലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വീണ്ടും 3.5 വർഷം അവിടുത്തെ BSc നേഴ്സ് വീണ്ടും പഠിച്ച് പിന്നെ RN-ആയിട്ട് ഹോസ്പിറ്റലിൽ കയറി. പിന്നെ കുറെ വർഷം പ്രാക്ടിക്കൽ നേഴ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ജോലി ഇല്ലാതെ ആ രാജ്യം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യം, അവിടെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പം ചെന്നൈന്റെ പിറ്റേ വർഷം മാള് വരുവാണ്. അപ്പം പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്ത് നേഴ്സാകുക എന്നുള്ള, നേഴ്സാകുന്നതും പ്രാക്ടിക്കൽ നേഴ്സാകുന്നതും തമ്മിൽ സാലറിയിൽ വലിയ ഡിഫറൻസും ഇല്ല, ചെറിയ എമൗണ്ടിന്റെ മാറ്റമുള്ളൂ. അപ്പം നമ്മൾ നോക്കിയപ്പോഴേക്കും ഇനിയും ടൈം കളയണ്ട, കാരണം ഇത്രയും ഇതായി, നമുക്ക് ഫാമിലി എന്ന് പറയുന്ന സംഭവം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം കുഞ്ഞ് വേണം, അങ്ങനെ ആ രീതിയിൽ നമ്മൾ കുറെ നാൾ അങ്ങനെ അങ്ങ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി. പിന്നെ നമ്മളായിരിക്കുന്ന ആ സ്ഥലത്ത് നമ്മുടെ സാലറിയിൽ കുറവ് വരാൻ തുടങ്ങി. പിന്നെ ഭയങ്കര സ്ട്രഗിൾ നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് കംഫർട്ടായിട്ട് പോയിക്കൊണ്ടിരുന്നിടത്ത് നമ്മൾ പിന്നെയും ഒലയാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴേക്കും വിചാരിച്ചു, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതിനുള്ള റിസൾട്ട് കിട്ടുന്നില്ല, നഴ്സാകാം. നഴ്സായി കഴിയുമ്പോൾ ചെറിയ ഡിഫറൻസ് ആണെങ്കിലും അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് പോയി അവിടെ പിന്നെയും കോഴ്സ് ചെയ്യാനായിട്ട് കയറി. പക്ഷെ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഫുൾ കോഴ്സ് ഞങ്ങൾ ചെയ്യേണ്ട വന്നില്ല. ഈ സംഭവം വാലിഡേറ്റ് ചെയ്തുകൊണ്ട് ജസ്റ്റ് എക്സാം എഴുതിയിട്ട് പ്രാക്ടീസ് എടുക്കുക, കുറച്ച് കൾച്ചർ കോഴ്സ് ചെയ്യുക, അങ്ങനത്തെ സാധനമൊക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞിറങ്ങി പ്രാക്ടീസിന് കയറിയ സെയിം സ്ഥലം തന്നെ ദൈവാനുകരിച്ച് ഒരു നല്ല വാർഡാണ് കിട്ടിയത്. നല്ല മനുഷ്യരുമായിരുന്നു. അപ്പം അവിടുന്ന് ഒരു ആദ്യത്തെ പ്രാക്ടീസ് കഴിഞ്ഞു, സെക്കൻഡ് പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ തേർഡ് പ്രാക്ടീസ് നമ്മുടെ ഫൈനൽ സെലക്ഷൻ ആണ്. അത് നമ്മൾ അവിടെ ചൂസ് ചെയ്യണം, അവിടെ നമുക്ക് ജോലിക്ക് കയറണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു കൾച്ചർ. അപ്പൊ ഞാൻ എനിക്ക് സെയിം പ്ലേസ് തന്നെ മതി എന്ന് പറഞ്ഞു. കാരണം അവരുടെ ഒരു കൾച്ചർ വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അവരെ പരിചയപ്പെടും, ഇതാവുകയാണെങ്കിൽ അവർക്ക് പിന്നെ നമ്മൾ സ്ട്രേഞ്ചർ അല്ല, അപ്പം അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ വന്നിട്ട് അവിടെ ജോലിക്ക് കയറി. അപ്പൊ ഈ പറഞ്ഞാൽ ആദ്യം ഒരു ഷോർട്ട് കോൺട്രാക്ട് കയറി, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പെർമനന്റ് ആയിട്ട് അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് സെൻട്രൽ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 5-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ അപ്രകാരം നിങ്ങൾ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന വചനം തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ അത് അനർത്ഥമാണ്. കാരണം ഇവരുടെ ജീവിത മേഖലകളിൽ എല്ലാം കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു കൈത്തിരി പ്രകാശമായി മാറുവാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അറിഞ്ഞും അറിയാതെയും വിശ്വാസം പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കുടുംബങ്ങളുമായി മാറിയിരുന്നെങ്കിൽ കർത്താവിൻ്റെ ആ സ്നേഹം ലോകം മുഴുവൻ നിറയുവാൻ നമുക്ക് എത്ര പെട്ടെന്ന് തന്നെ സാധിച്ചേനെ. എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഈ കുടുംബത്തിന് നമുക്ക് നേരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.